Glory be to God. ദൈവത്തിന് മഹത്വം. Shall we once again turn our Bibles to the book of Matthew, chapter 6, verse 9. ഒരിക്കൽ കൂടെ മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ വേദപുസ്തകത്തെ തുറക്കാം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. After this manner therefore pray ye, our Father which art in heaven, hallowed be thy name. These are the words of our Lord and Savior Jesus Christ. ഇത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തിരുവായ്മൊഴികളാണ്. When he was in this world, this was the prayer that he taught his disciples. താൻ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനാ വാചകങ്ങളാണിവ. So that shows the existence of a heavenly Father. ഇത് സ്വർഗീയ പിതാവ് ഉണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നു. There are people who say that there is no God. ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. There are people who say that a person who says God is a fool. ദൈവം ഇല്ല എന്ന് പറയുന്ന വ്യക്തി വിഡ്ഢി. People say those who say there is God they are fools. ദൈവം ഉണ്ടെന്ന് പറയുന്നവർ വിഡ്ഢികളാണെന്നാണ് ചിലർ പറയുന്നത്. But at the same time the word of God says the fool has said in his heart that there is no that there is no God. പക്ഷേ തിരുവചനം വളരെ സ്പഷ്ടമായി ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. So we exist because of God. ആകയാൽ ദൈവത്തിന്റെ ആ അസ്തിത്വത്തിൽ അഥവാ ദൈവം ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ വിശ്വസിക്കുന്നു. It is our God, he is our creator, and he has created each and every one of us, and he has put his life breath in us, and that is why we are living today. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ച് നമ്മിൽ തന്റെ ജീവശ്വാസമാക്കി വെച്ചു. ആകയാൽ മാത്രമാണ് നാം ഇന്നും ജീവിക്കുന്നത്. And he gives his people all things pertaining to life and godliness. തന്റെ ജനത്തിന് ഭക്തിക്കും ജീവനും വേണ്ടിയതെല്ലാം ദൈവം കൊടുക്കുന്നു. Irrespective of caste, creed and religion, and he blesses people whether we are wicked or not. ജാതി മത വർണ്ണ വിവേചനം കൂടാതെ നല്ലവരോ ദുഷ്ടരോ എന്ന് നോക്കാതെ കർത്താവ് ജനങ്ങൾക്ക് വേണ്ടതായ എല്ലാ നന്മകളും നൽകുന്നു. Here we read about this verse. In this verse we read about a heavenly Father who has created us. ഈ വാക്യത്തിൽ നമ്മെ സൃഷ്ടിച്ച ഒരു സ്വർഗീയ പിതാവിനെ കുറിച്ച് നാം വായിക്കുന്നു. As I mentioned yesterday, I don't want to speak on the Lord's Prayer today. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുവാൻ പോകുന്നത്. My subject is Father. എന്റെ വിഷയം എന്നത് പിതാവ് എന്നാണ്. It is the desire of God that we address him as Father. നാം ദൈവത്തെ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവേ എന്ന് വിളിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. For that purpose, it is imperative that we are born of him. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നാം അവനാൽ ജനിക്കണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. Yesterday I mentioned few things on that. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു. We are begotten by the seed, the word of God. ദൈവത്തിന്റെ കെടാത്ത ബീജമായ വചനത്താൽ നാം ജനിച്ചു. We should come out of sin. നാം പാപം വിട്ട് പുറത്തു വരേണം. He that is born of God sinneth not, it is mentioned. ദൈവവചനം പറയുന്നത് പ്രകാരമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. So even today God is in our midst. ഇന്നും നമ്മുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. He is in our midst as a father, but at the same time he wants us to make our needs known to him. നമ്മുടെ നടുവിൽ പിതാവായി ദൈവമുണ്ട്. പക്ഷേ നാം നമ്മുടെ ആവശ്യങ്ങൾ തന്നോട് അറിയിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. He always desires that whatever we need, it should be informed to him. We will have to tell him our needs. നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും ദൈവത്തോട് അറിയിച്ച് ദൈവത്തോട് പറയണമെന്നുള്ളത് ദൈവത്തിന്റെ അഭിലാഷമാണ്. When we cry unto the Lord, his hearts are not dim, his eyes are not dim, his heart is not deaf that it may not hear. നാം ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാതവണ്ണം കർത്താവിന്റെ കണ്ണ് കുരുടായിട്ടില്ല, കേൾക്കുവാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. As I mentioned yesterday, the children of Israel had God as their father once upon a time. ഇസ്രായേൽ മക്കളെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ഈ ദൈവം അവർക്ക് പിതാവായിരുന്നു. But later they went after other gods and goddesses. എന്നാൽ പിന്നീട് അവർ മറ്റു അന്യ ദേവന്മാരുടെയും ദേവികളുടെയും പിന്നാലെ പോയി. They started walking in their own paths. അവർ തങ്ങളുടെ സ്വന്തം വഴികളിൽ നടക്കുവാൻ തുടങ്ങി. The heart of that heavenly Father was always pained. ആ സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തെ സദാ വേദനിപ്പിച്ചു. As we read in Jeremiah chapter 3 verse 4. യെരമ്യാവ് 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിച്ചതുപോലെ he was pleading with them and he was yearning to hear them call him Father again. അവർ തങ്ങളെ പിതാവേ എന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ അവന്റെ ഉള്ളം കാംക്ഷിച്ച് അവനവരോട് അപേക്ഷിക്കുന്നു. Even today, sometimes you may be new, you may not have any understanding about the living God.
sometimes you would have hardened your hearts and turned your hearts away from God. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ സ്വർഗീയ പിതാവിനെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഈ പിതാവിനെ വിട്ട് നിങ്ങളുടെ ഹൃദയം തിരിച്ചിരിക്കാം. Sometimes your parents would have known him, but at the same time you would have turned your back and then departed from that living God. ചില സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞവരായിരിക്കാം, എന്നാൽ നിങ്ങൾ ദൈവത്തെ വിട്ട് നിങ്ങളുടെ ഹൃദയം തിരിച്ച് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയിരിക്കും. But all this, he is merciful and compassionate all the same, and he wants you to come back to him tonight and call him my father, our father. അവൻ കരുണയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. നീ വീണ്ടും തിരിഞ്ഞ് അവന്റെ അടുക്കലേക്ക് വന്ന് എന്റെ പിതാവേ എന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ അവൻ ആഗ്രഹിച്ചു കാത്തിരിക്കുന്നു. As I mentioned yesterday, I would like to mention about 6 fathers. ഇന്നലെ പറഞ്ഞതുപോലെ 5 പിതാക്കന്മാരെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Where do we identify ourselves? നാം എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ്. And where are we connected? നാം എവിടെയാണ് ബന്ധം പുലർത്തിയിരിക്കുന്നത്? First of all, yesterday we learned about the devil. He is addressed as father. ഒന്നാമതായി പിശാച് പിതാവ് എന്ന് വിളിക്കപ്പെടുന്നതായി കാണുന്നു. And if we do the works of the devil, we must understand we are not the sons and daughters of that heavenly father. We are the sons of the devil. നാം പിശാചിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം ആ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളല്ല, നാം ആ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. We were all born in sin. Word of God says all have sinned and come short of the glory of God. നമ്മളെല്ലാവരും പാപത്തിൽ ജനിച്ചവരാണ്. ദൈവവചനം പറയുന്നുണ്ട് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. But God gives us an opportunity to come away from his hands and then go back to our living father, heavenly father. പിശാചിന്റെ കൈകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ദൈവം നമുക്ക് ഒരു അവസരം നൽകുന്നു എന്ന് ദൈവവചനം പറയുന്നു. Secondly, in the book of Jeremiah chapter 2 verses 27 and 28. രണ്ടാമതായി യിരെമ്യാവ് 2-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ they looking at the stocks and stone, they said, "Thou art our father." അവർ മരത്തോടും കല്ലിനോടും നീ ഞങ്ങളുടെ അപ്പൻ എന്ന് പറയുന്നു. But at the same time, the word of God in the following verses it is mentioned, they will come back to me one day. എന്നാൽ തുടർന്നുള്ളതായ വചനങ്ങളിൽ പറയുന്നുണ്ട് അവർ ഒരു നാളിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വരും. They will be frustrated because those things could not help them. അവയ്ക്ക് അവരെ സഹായിക്കാൻ കഴിയായികയാൽ അവർ നിരാശപ്പെട്ടു പോകും. Now we'll come to the third father. മൂന്നാമത്തെ അപ്പനിലേക്ക് വരാം. The word of God addresses them as father after the flesh. അവരെ തിരുവചനം ജഡപ്രകാരമുള്ള പിതാക്കന്മാർ എന്ന് വിളിക്കുന്നു. When we turn to the book of Hebrews chapter 12 verse 9. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ? Furthermore, we have had fathers of our flesh which corrected us, and we gave them reverence. Shall we not much rather be in subjection unto the Father of spirits and live? And it is in the following verse it is mentioned, they corrected us for their own pleasure. അവിടെ തുടർന്നുള്ള വചനങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ട്, അവർ തങ്ങളുടെ സന്തോഷത്തിനായി നമ്മെ ശിക്ഷിക്കുകയും തിരുത്തുകയും ചെയ്തു. We all have fathers. Most of us have got fathers after the flesh. നമ്മളിൽ മിക്കവർക്കും ജഡപ്രകാരമുള്ളതായ പിതാക്കന്മാരുണ്ട്. Some of us may not have because they would have departed from this world. നമ്മിൽ ചിലർക്ക് പിതാക്കന്മാർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കാൻ ഇപ്പോൾ പിതാവില്ലാതിരിക്കാം. Don't be sad. Some of you may be missing your biological father, and their hearts may be yearning for that father. ആ പിതാവ് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് അവരുടെ അഭാവത്താൽ ദുഃഖിക്കുന്നവരുണ്ട്. നിങ്ങൾ ദുഃഖിക്കേണ്ട. There was a child of God who was giving a testimony once. ഒരിക്കൽ ഒരു ദൈവ പൈതൽ ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു. She lost her father when she was very young. അവളുടെ വളരെ ചെറുപ്രായത്തിൽ അപ്പനെ നഷ്ടമായി. Always her heart was craving for the father's love. എല്ലായ്പ്പോഴും ആ പിതൃസ്നേഹത്തിനായി അവളുടെ ഉള്ളം ഞരങ്ങിക്കൊണ്ടിരുന്നു. So there would be a parents' day in school, and all others would come along with their fathers and mothers, but others would ask, "Where is your father?" And that would pain her heart. അവൾ പഠിച്ചിരുന്നതായ സ്കൂളിൽ സഹപാഠികളെ വിളിച്ചുകൊണ്ട് പോകുവാൻ മാതാപിതാക്കൾ വരും. പക്ഷേ ഇവളെ തിരക്കി ഇവളുടെ അപ്പൻ വരായികയാൽ നിന്റെ അപ്പൻ എവിടെ എന്ന് അവരൊക്കെ ചോദിക്കും. Parents' day. അവരുടെ രക്ഷാകർതൃ ദിനത്തിൽ മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വരുന്ന സമയത്ത് ഇവളുടെ പിതാവ് മാത്രം വരികയില്ല, എല്ലാവരും ചോദിക്കും. And then she would come home and start crying, "I don't have a father, I don't have a father." അവൾ വീട്ടിൽ വന്ന് കരയും, എനിക്കൊരു പിതാവില്ലല്ലോ. And later as she grew up, she found peace and rest
and fatherly love in the Lord Jesus Christ. എന്നാൽ അവൾ വളർന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആ പിതൃതുല്യമായ സ്നേഹവും സമാധാനവും സന്തോഷവും അവൾ അനുഭവിച്ചു. Sometimes you would have lost your fathers, but still there is a heavenly Father who is able to comfort you. ഒരുപക്ഷേ ഈ ലോകത്തിലെ പിതാവ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കാം. നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നിനക്കുണ്ട്. As children grow up, at every opportunity, at every juncture, at every stage of their life, they say, if I had a father, this would not have happened. ഇത് കുട്ടികൾ വളരുമ്പോൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർ ഇപ്രകാരം പറയും, എനിക്ക് അപ്പനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. So therefore, I had a brother who passed away when he was very young. He was only 39 years old. വളരെ ചെറുപ്പത്തിൽ അഥവാ 39 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ചുപോയതായ ഒരു സഹോദരനെ എനിക്കറിയാം. But as the children grew up, they always missed their father. എന്നാൽ കുട്ടികൾ വളർന്നപ്പോൾ എപ്പോഴും പിതാവിന്റെ അഭാവം മക്കളെ വളരെ ദുഃഖിപ്പിച്ചു. And then when relatives started to try to take advantage, they would always say, they are trying to deal with us shoddily because we don't have a father. എന്നാൽ ചാർച്ചക്കാർ ഈ അവസരം മുതലാക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം ഇപ്പോഴും വളരെ പ്രയാസമായി, ഞങ്ങൾക്കൊരു അപ്പനില്ലാതെ പോയല്ലോ. But we must understand, the father and mother may depart from this world, sometimes in the young age or when you need them most. But at the same time, there is a heavenly Father, and then you entrust your life into the hands of that Father. ഈ ലോകത്തിലെ പിതാവിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് മാതാപിതാക്കൾ ഇല്ലാതെ പോയാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ വിശ്വസിച്ച് അവന്റെ കയ്യിൽ ഫലമേൽപ്പിക്കാം. In the absence of a biological father, God should take much more responsibility of that family. ജീവശാസ്ത്രപരമായുള്ള ഒരു പിതാവ് ഇല്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് ആ സന്ദർഭത്തിൽ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ അധികമായി ഏറ്റെടുക്കും. I don't want to speak more on that subject. ഈ വിഷയത്തിൽ അധികം ഇനിയും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. Now we'll come to the fourth father. ഇപ്പോൾ നാലാമത്തെ പിതാവിലേക്ക് വരാം. That is, Israelites had their fathers. ഇസ്രായേല്യർക്ക് പിതാക്കന്മാരുണ്ടായിരുന്നു. They had their boasting during the time of Jesus. That was their boasting. കർത്താവ് യേശുവിന്റെ നാളുകളിൽ അവരുടെ പ്രശംസ അതായിരുന്നു. Our father is Abraham, they said. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. And they said Jacob is our father. യാക്കോബ് ഞങ്ങളുടെ പിതാവാണ്. When we turn to the book of Matthew chapter 3 verse 9, what does John the Baptist say? മത്തായിയുടെ സുവിശേഷം 3:9 യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. And think not to say within yourselves, we have Abraham to our father, for I say unto you that God is able of these stones to raise up children unto Abraham. They were trying to persecute the Son of God, but still they boasted that they were sons of Abraham. അവർ ദൈവപുത്രനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയാണ്. അതേസമയം അവരുടെ പ്രശംസ എന്തെന്നാൽ അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്. They were living in sin, but still they boasted themselves to be sons of Abraham. അവർ പാപത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും പൊങ്ങച്ചം പറയുന്നുണ്ട്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. When we turn to the book of John chapter 4 verse 12, യോഹന്നാൻ 4:12 we see a sinful woman there. അവിടെ പാപമുള്ള ഒരു സ്ത്രീ, പാപിയായ ഒരു സ്ത്രീയെ കുറിച്ച് കാണുന്നു. So then I don't think any one of you here would be seen in that condition. നിങ്ങളിൽ ആരും ഈ അവസ്ഥയിലാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. No, I don't think anyone is in that condition. നിങ്ങളിൽ ആരും ഇങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. She was so wretched, her life was immersed in sin. അവളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവൾ പാപത്തിൽ മുങ്ങിത്താണ് കിടന്നു. But still, what was her boasting? എന്നാലും അപ്പോഴും അവളുടെയും പ്രശംസ എന്താണ്? Read in John chapter 4 verse 12. യോഹന്നാൻ 4:12. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. Art thou greater than our father Jacob, which gave us the well and drank thereof himself and his children and his cattle? She already had 5 husbands. അവൾക്ക് മുമ്പേ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. Now she is living with the 6th husband. ഇപ്പോൾ 6ാമത്തവന്റെ കൂടെ ജീവിക്കുന്നു. But what is her boasting? ഇപ്പോഴും അവളുടെയും പ്രശംസ എന്ത്? Our father Jacob. ഞങ്ങളുടെ പിതാവ് യാക്കോബാണ്. Praise be to God. ദൈവത്തിന് സ്തോത്രം. Had Jesus not met her, she would have had many more husbands, and for the present time she would have found her way to the Guinness Book of Records also for the number of husbands she would have had. അന്ന് കർത്താവായ യേശു അവളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ
അവളുടെ ഭർത്താക്കന്മാരുടെ എണ്ണം കൂടി ഗിന്നസ് റെക്കോർഡ് സമ്പാദിച്ചേനെ. Praise be to God. ദൈവത്തിന് സ്തോത്രം. But loving God came in search of her and then transformed her and she became an evangelist. എന്നാൽ സ്നേഹവാനായ ദൈവം അവളെ സന്ദർശിച്ചു, അവളെ രൂപാന്തരപ്പെടുത്തി, അവളും ഒരു ഇവാഞ്ചലിസ്റ്റായി മാറി. Then we see a person languishing in hellfire. നിത്യ നരകാഗ്നിയിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. We all know that story of Lazarus and rich man. ലാസറിന്റെയും ധനവാന്റെയും ആ സംഭവകഥ നമുക്കറിയാമല്ലോ. He is in hellfire, but still he is addressing him as Father Abraham. നരകാഗ്നിയിൽ കിടക്കുമ്പോഴും അബ്രഹാം പിതാവേ എന്നാണല്ലോ വിളിക്കുന്നത്. What do we read in Luke chapter 16 verse 23? ലൂക്കോസ് 16:23 എന്ത് വായിക്കുന്നു? ധനവാനും മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകേണമേ. And in hell he lift up his eyes, being in torments, and seeth Abraham afar off, and Lazarus in his bosom. And he cried and said, Father Abraham, have mercy on me. He lived in sin, got perfected in sin, died in sin. Now he is languishing in hellfire, but still he addresses him as Father Abraham. അവൻ പാപത്തിൽ ജീവിച്ചു, പാപത്തിൽ പൂർണ്ണനായി, പാപത്തിൽ മരിച്ചു, നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്നു. അപ്പോഴും അബ്രഹാമിനെ നോക്കി പിതാവേ എന്ന് വിളിക്കുന്നു. Dear child of God, this is what some of our condition is. പ്രിയ ദൈവമേ, നമ്മിൽ ചിലരുടെ അവസ്ഥ ഇതാണ്. So these fathers can be compared with the fathers who have lived a wonderful life in this world and departed from this world. ആകയാൽ ഈ പിതാക്കന്മാരെ നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ മുൻപാകെ അത്ഭുത ജീവിത മാതൃകകൾ കാഴ്ചവെച്ചിട്ട് കടന്നുപോയ പിതാക്കന്മാരോട് ഉപമിക്കാം. They lived a wonderful life. അവർ വളരെ അത്ഭുതകരമായ ജീവിതം നയിച്ചു. They set a beautiful example. അവർ നമ്മുടെ മുൻപാകെ ഉത്തമ മാതൃകകൾ വെച്ചു. But unless we emulate them, no use of calling them our fathers. എന്നാൽ നാം അവരെ അനുഗമിക്കുന്നില്ല എങ്കിൽ അവരെ പിതാവേ എന്ന് വിളിച്ചിട്ട് പ്രയോജനമില്ല. We speak high of Pastor A.C. Thomas, Pastor C. John and Pastor T.U. Thomas and so many other saints. പാസ്റ്റർ A.C. തോമസ് അവர்கள், പാസ്റ്റർ സി ജോൺ, പാസ്റ്റർ A.C. തോമസ് അവர்கள், ഇങ്ങനെ ഇവരെ കുറിച്ചെല്ലാം നാം വളരെ പൊക്കി പറയാറുണ്ട്. Some of us say that we know even pastors of yore, pastors of old. പണ്ടത്തെ പാസ്റ്റർമാരെല്ലാം ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നവരുമുണ്ട്. They have all stayed in our house. Our parents have helped them, and my father was baptized by Pastor Paul. അവർ ഞങ്ങളുടെ വീട്ടിൽ പാർത്തിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട്. പാസ്റ്റർ പോൾ എന്റെ അപ്പച്ചനെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പൊങ്ങച്ചം പറയാറുണ്ട്. All those things are good, it is true. എല്ലാം കൊള്ളാം, സത്യം തന്നെയാണ്. But at the same time, are you following the path of the fathers? എന്നാൽ അതേസമയം ഈ പിതാക്കന്മാരുടെ പാതകളെ പിൻപറ്റുന്നുണ്ടോ? A doctor's son cannot automatically become a doctor. ഒരു ഡോക്ടറുടെ മകൻ സ്വാഭാവികമായി ഡോക്ടറാവുകയില്ല. An engineer's son cannot automatically become an engineer. ഒരു എഞ്ചിനീയറുടെ മകൻ ആ നിലയിൽ അവൻ സ്വാഭാവികമായി ഒരു എഞ്ചിനീയർ ആവുന്നില്ല. He can become engineer provided he goes to the university and studies. എന്നാൽ അവൻ സർവകലാശാലയിൽ ചെന്ന് അത് പഠിച്ച് ബിരുദം എടുത്താൽ അവന് അങ്ങനെ ആയിത്തീരാം. Sometimes you would have done so many things for the Lord. ഒരു പക്ഷേ നിങ്ങൾ കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തിരിക്കാം. God is blessing some of us because of the righteous deeds of our forefathers. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ നീതിപ്രവൃത്തികളെ കണ്ട് ദൈവം നമ്മിൽ ചിലരെ അനുഗ്രഹിച്ചിട്ടുമുണ്ട്. Some of us are blessed abundantly because our forefathers, they were sincere and they were faithful and they joined with the servants of God and fought this battle. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ പരമാർത്ഥികളായിരുന്നു. അവർ നമ്മുടെ വിശുദ്ധന്മാരോട് ചേർന്ന് ഈ പടക്കളത്തിൽ നിന്ന് പോരാടിയവരാണ്. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുമുണ്ട്. But we should follow their footsteps also. എന്നാൽ നാം അവരുടെ അടിച്ചുപടികളെയും പിൻപറ്റണം. What do we read in the book of Galatians chapter 3 verse 7? ഗലാത്യലേഖനം 3:7 നാം എന്ത് വായിക്കുന്നു? അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവിൻ. Know ye therefore that they which are of faith, the same are the children of Abraham. You should follow the faith of Abraham. നിങ്ങൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ അനുഗമിക്കണം. Only such they are the sons of Abraham. അവരത്രേ അബ്രഹാമിന്റെ പുത്രന്മാർ. And now I would like to mention about the present spiritual fathers. ഇപ്പോഴുള്ളതായ ആത്മീയ പിതാക്കന്മാരെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയട്ടെ. Praise be to God. ദൈവത്തിന് സ്തോത്രം. So we have got spiritual fathers. നമുക്ക് ആത്മീയ പിതാക്കന്മാരുണ്ട്. And if there is anyone who if you don't have an understanding about the
spiritual fathers and the fellowship, it is high time you understand that and entrust yourself in the hands of God. ആത്മീയ പിതാക്കന്മാരെ കുറിച്ച് ആ കൂട്ടായ്മയെ കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞ് ആ കൂട്ടായ്മയ്ക്കായി നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളത് അതിനുള്ള തക്ക സമയമാണിത്. There is something called fellowship of the apostles. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ എന്നൊന്നുണ്ട്. In 1 Corinthians chapter 4 verse 15, while writing to the Corinthian church, what does St. Paul say? 1 കൊരിന്ത്യർ 4:15 വാക്യത്തിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് അവിടെ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. For though ye have 10,000 instructors in Christ, yet have ye not many fathers, for in Christ Jesus I have begotten you through the gospel. They are not fathers after the flesh. അവർ ജഡപ്രകാരമുള്ള പിതാക്കന്മാരല്ല. They have begotten us spiritually. അവർ നമ്മെ ആത്മീകമായി ജനിപ്പിച്ചു. And then they spoke to us about the word of God. അവർ നമ്മോട് തിരുവചനം പ്രസ്താവിച്ചു. They lived a life of an example before us. അവർ നമ്മുടെ മുൻപാകെ ഒരു മാതൃകാ ജീവിതം നയിച്ചു. What do we read in 1 Thessalonians chapter 2 verse 11? 1 തെസ്സലോനിക്കർ 2:11 നാം എന്ത് വായിക്കുന്നു? തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. As ye know how we exhorted and comforted and charged every one of you as a father doth his children. Praise be to God. ദൈവത്തിന് സ്തോത്രം. So St. Paul addresses himself as a father to the church of God. ആകയാൽ വിശുദ്ധ പൗലോസ് ദൈവസഭയ്ക്ക് തന്നെ ഒരു അപ്പനായി പരിചയപ്പെടുത്തുന്നു. While addressing Timothy, what does he say? തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ താൻ എന്ത് പറയുന്നു? In 2 Timothy chapter 1 verse 1, 2 തിമോത്തിയോസ് 1:1, greatly, my greatly beloved son. എന്റെ നിജപുത്രനായ പ്രിയപുത്രനായ. While addressing to Titus in Titus 1:4, how does he address? തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 1:4 താൻ എങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്? My own son Titus. എന്റെ നിജപുത്രനായ തീത്തോസിനെ. Praise be to God. ദൈവത്തിന് സ്തോത്രം. So then they were not actually literal fathers, but they begat them by the word of God, by their ministry. അക്ഷരീകമായ പിതാക്കന്മാരല്ലായെങ്കിലും ഈ ശുശ്രൂഷയിൽ ദൈവവചനത്താൽ ജനിപ്പിച്ചവർ. May I ask you a question? Do you have such spiritual fathers? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആത്മീക പിതാക്കന്മാരുണ്ടോ? I would like to mention this message, this subject in two ways. ഞാൻ ഈ വിഷയത്തെ രണ്ട് വിധത്തിൽ പറയുവാൻ താല്പര്യപ്പെടുന്നു. If there is anyone who has not joined this fellowship, it is high time you understood this and then be with this fellowship. ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി ഈ സന്ദർഭത്തിൽ അവരോട് ചേരേണ്ടതായ തക്ക സമയമാണിത്. On the other hand, there are so many youths. God would like you to take the place of these fathers. മറുഭാഗത്ത് അനേക യൗവനക്കാരുണ്ട്. ഈ പിതാക്കന്മാരുടെ സ്ഥാനം അവർ ഏറ്റെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. There are many youths, they are at the crossroads, they don't know as to where they go. ഇന്ന് അനേക യൗവനക്കാരുണ്ട്, എവിടേക്ക് പോകണമെന്ന് അറിയാതെ അവരിങ്ങനെതായ വഴിസന്ധികളിൽ നിൽക്കുന്നു. They are saved, they have received the baptism of the Holy Spirit, but they don't know where they should go and serve. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, എവിടെ പോയി അവർ സേവനം ചെയ്യണമെന്ന് അറിയാത്തവരായിരിക്കും. But today the Spirit of the Lord is speaking to you. You wait in the presence of God. Don't be in a hurry. Ask the Lord and then jump into that. ആകയാൽ ഇത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയാ, ദൈവസഭയിൽ കാത്തിരിക്കുക, എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ദൈവം നിന്നോട് പറയുമ്പോൾ നീ അതിലേക്ക് പ്രവേശിക്കുക. I would just like to mention about 3 of the qualifications of these spiritual fathers. ഈ ആത്മീയ പിതാക്കന്മാരുടെ 3 സവിശേഷതകളെ കുറിച്ച് നിങ്ങളോട് പറയട്ടെ. A servant of God or this father must have received the baptism of the Holy Spirit. ഒരു ആത്മീയ പിതാവ് അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം. When we turn to the book of Luke chapter 24 verse 49. ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. And behold, I send the promise of my Father upon you, but tarry ye in the city of Jerusalem until ye be endued with power from on high. So after accepting Christ Jesus as your personal savior, കർത്താവായ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച ശേഷം, after obeying the Lord in the waters of baptism, കർത്താവിനെ ജലസ്നാനത്തിൽ അനുസരിച്ച ശേഷം, and then you should have received the baptism of the Holy Spirit with the sign of unknown tongues. അന്യഭാഷാ ഭാഷണത്തോടുകൂടി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. I belong
to an assembly. My parents belonged to an assembly where they did not believe in this Holy Spirit stuff. എന്റെ മാതാപിതാക്കന്മാരായിരുന്ന സഭയിൽ അവരെ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിച്ചിരുന്നേയില്ല. My great grandfather had driven Pentecostal pastors from his house. എന്റെ മുതുമുത്തച്ഛൻ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ തന്റെ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. My mother's grandfather. എന്റെ അമ്മയുടെ മുത്തച്ഛൻ. But then a wonderful thing took place in the family. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുത കാര്യം നടന്നു. 2 of my uncles received the baptism of the Holy Spirit. എന്റെ അങ്കിൾമാരിൽ 2 പേർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. The power of God came upon his people. ദൈവശക്തി അവരുടെ മേൽ വന്നു. How can we deny the existence of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ അസ്തിത്വത്തെ പിന്നീട് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? If you don't know about Holy Spirit, don't speak against it. You go through the word of God and then find out as to what the word of God says about the Holy Spirit. നീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിനെതിരായി സംസാരിക്കരുത്. ദൈവവചനം പരിധി നോക്കി അതോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുക. Many are waiting in the presence of God and receiving the Holy Spirit, and they are receiving Holy Spirit even at home. അനേകർ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കുന്നു. ചിലർ തങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നും പ്രാപിക്കുന്നു. You take this as a word of challenge. നീ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. You ask the Lord. നീ കർത്താവിനോട് ചോദിക്കുക. Lord, if there is something called the baptism of the Holy Spirit. കർത്താവേ, പരിശുദ്ധാത്മാഭിഷേകം എന്ന ഒന്നുണ്ടെങ്കിൽ. They say that speaking in tongues is the only sign for having received the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന്റെ ഏക അടയാളം അന്യഭാഷയാണെന്ന് അവർ പറയുന്നുവല്ലോ. If there is something like that, I would like to receive that. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് തരണമേ. Praise be to God. ദൈവത്തിന് സ്തോത്രം. We had an old pastor who has gone to be with the Lord. കർത്തൃസേനയിൽ പ്രവേശിച്ചതായ ഒരു പഴയ പാസ്റ്റർ ഉണ്ടായിരുന്നു. He belonged to a non-Christian community. താൻ ഒരു അക്രൈസ്തവ സമുദായത്തിൽ ചേർന്നയാളാണ്. He was having a small business close to Roypeta Faith. റായപ്പെട്ട ഫീത്തോമിനടുത്ത് തനിക്കൊരു ചെറിയൊരു വ്യാപാരം ഉണ്ടായിരുന്നു. Then after he just happened to visit that tarrying meeting once. എങ്ങനെയോ ഒരിക്കൽ കാത്തിരിപ്പ് യോഗത്തിൽ പങ്കെടുക്കാനിടയായി. Then he was sitting in the rear. താൻ ഇങ്ങനെ ഏറ്റവും പുറകിൽ പോയിരുന്നു. He was new. He did not know anything about this. താനൊരു പുതിയ ആളാണ്. നമ്മെക്കുറിച്ച് യാതൊന്നും അറിയുന്നയാളുമല്ല. Only one verse touched him. ഒരേ ഒരു വാക്യം തന്നെ തൊട്ടു. The servant of God said, there is something called the baptism of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം എന്ന ഒന്ന് ഉണ്ട് എന്ന് ശുശ്രൂഷകൻ പറഞ്ഞു. But if you ask, God will anoint you with the Holy Spirit. നിങ്ങൾ ചോദിച്ചാൽ ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യും. He just made one prayer. താൻ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. He was a sinner. താനൊരു പാപിയായിരുന്നു. He was following after other gods. താൻ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി. And he didn't know who the true God was. സത്യദൈവം ആരാണെന്നൊന്നും അറിയില്ല. He just made a small prayer. ഒരു ചെറിയൊരു പ്രാർത്ഥന. Lord, if there is Holy Spirit, I would like to receive that. ദൈവമേ, പരിശുദ്ധാത്മാവെന്നുണ്ടെങ്കിൽ എനിക്കത് വേണം. The anointing fell upon him. അഭിഷേകം തന്റെ മേൽ ആവസിച്ചു. He jumped from behind and came forward. താൻ പുറകിൽ നിന്ന് ചാടി മുൻപിൽ വന്നു. And afterwards he confessed all his sins and then took water baptism. അതിനുശേഷമാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞതും സ്നാനപ്പെട്ടതും. Then he died as a senior center pastor. പിന്നീട് ഒരു സീനിയർ സെന്റർ പാസ്റ്ററായിട്ടാണ് മരിച്ചത്. If you don't understand about Holy Spirit, you find out. അഭിഷേകത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ കണ്ടെത്തിക്കൊള്ളുക. Don't blindly say that it is demonic spirit. അതൊരു ഭൂതാത്മാവാണെന്ന് ഒരു അന്ധനായി പറയരുത്. What does the word of God say? തിരുവചനം എന്ത് പറയുന്നു? A person who speaks against the Son of God will be forgiven. ദൈവപുത്രന് ദൂഷണമായി എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ഷമിക്കും. A person who speaks against the Holy Spirit, he will never be forgiven, either in this world or in the world to come. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ല. God gives the greatest gift as an advance, or the joy that you would be experiencing in heaven will be given while you are in this world. ഏറ്റവും മഹത്തായ ദാനത്തെ കർത്താവ് നിനക്ക് തരുന്നത് നീ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ സ്വർഗരാജ്യം അനുഭവിക്കുവാൻ അത് നിനക്ക് അച്ചാരമായി തരികയാണ്. In the book of Luke chapter 11 verses 11 to 13 it is clearly mentioned. ലൂക്കോസ് 11 അധ്യായം 11 മുതൽ 13 വരെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. So no time to read all those verses. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ നേരമില്ല. So to become a father or to become a servant of God, first he has to go and wait in the presence of God and receive the Holy Spirit. ആകയാൽ ഒരു പിതാവായി ഒരു ശുശ്രൂഷകനായി മാറുവാൻ ചെന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. What did we read in the book of Luke chapter 24 verse 49? ലൂക്കോസ് 24:49 എന്താണ് വായിച്ചത്? At the time of the ascension of Jesus, യേശുവിന്റെ സ്വർഗ്ഗാരോഹണ വേളയിൽ now Jesus asked them, go and wait till you receive the Holy Spirit. കർത്താവ് ശൗലോട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും വരെ കാത്തിരിക്കുക. Don't do any ministry. മറ്റൊരു ശുശ്രൂഷയ്ക്കും പോകേണ്ട. Peter would have asked a cross question.
പത്രോസ് ഒരു ചോദ്യം ഇപ്രകാരം ചോദിച്ചിരിക്കാം. Because he was the one who was always in the forefront. താൻ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. So then we all know that twice or thrice when others were silent, he was there in the forefront. നമുക്കറിയാമല്ലോ, 2-3 പ്രാവശ്യം മറ്റുള്ളവരൊക്കെ മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇവൻ മുമ്പിൽ ചാടിക്കയറി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. Whom do people say that I am? ജനങ്ങൾ ഞാൻ ആരാണെന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ immediately he say, you are the son of the most high ഉടനെ അവൻ God. ചാടിക്കയറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. And when Jesus was mentioning about his suffering, കർത്താവായ യേശുവിന്റെ കഷ്ടതകളെ കുറിച്ച് പറയുന്ന വേളയിൽ, and it was he, all others were quiet. It was he who said, no Lord, that should not happen to you. മറ്റുള്ളവരെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇവനാണ് ചാടിക്കയറി പറഞ്ഞത്, കർത്താവേ നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ. For good things and bad things he would be on the forefront. നല്ലതായാലും ചീത്തയായാലും മുമ്പിൽ ചാടി നിൽക്കും. After they thought Jesus has departed, it was he who said, I will go fishing. ഇപ്പൊ കർത്താവ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായി അഥവാ അവരെ വിട്ട് വേർപെട്ടപ്പോൾ ഇവനാണ് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. And all others followed him. അപ്പോൾ മറ്റുള്ളവരെല്ലാം പുറകെ പോയി. Even here he could have asked the same question. ഇപ്പോൾ ഇവിടെയും അവന് ആ ചോദ്യം ചോദിക്കാമായിരുന്നു. Those days you asked us to go 2 by 2 and speak the gospel. How come now you are asking us to wait in the Holy Spirit? കർത്താവേ, അന്ന് ഈ രണ്ട് പേരായി സുവിശേഷം പറയാൻ പോകാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്തിനാണ് പോകരുത് കാത്തിരിക്കുക എന്ന് പറയുന്നത്? The ministry that they did earlier and the ministry which they would be doing now, they are altogether different. അവർ മുൻപ് ചെയ്തിരുന്ന ശുശ്രൂഷയും ഇനി ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷയും അത് തുലോം വിഭിന്നമാണ്. What was the ministry they did in the beginning? അവർ ആരംഭത്തിൽ ചെയ്ത ശുശ്രൂഷ എന്ത്? It was gospel of salvation. അത് രക്ഷയുടേതായ ഒരു ശുശ്രൂഷ. Repent, the kingdom of God is at hand. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. But what is the ministry that they would be doing hereafter? എന്നാൽ ഇത് മുതൽ അവർ ചെയ്യേണ്ട ശുശ്രൂഷ എന്ത്? To present every man perfect in Christ Jesus. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. For that purpose, without Holy Spirit they will not be able to do that. എന്നാൽ ആ ഉദ്ദേശത്തോടുകൂടിയുള്ള ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ സാധ്യമല്ല. In the Old Testament period, പഴയ നിയമകാലയളവിൽ all the articles in the tabernacle, they were anointed with anointing oil. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെല്ലാം അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. So this is the first qualification, a servant of God. If you would like to become a servant of God, you should wait in the presence of God and receive the baptism of the Holy Spirit with the sign of unknown tongues. ആകയാൽ ഒരു ദൈവ ശുശ്രൂഷകനായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷാ ഭാഷണത്തോടെ നിങ്ങൾ ആദ്യമായി പ്രാപിക്കുക. Second, രണ്ടാമത്, he should be called also. ദൈവത്താൽ വിളിക്കപ്പെടണം. You would have received the Holy Spirit, all right. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കാം. But at the same time, what do we read in the book of Hebrews chapter 5 verse 4? അതേസമയം എബ്രായ ലേഖനം 5:4 എന്ത് വായിക്കുന്നു? And no man taketh this honor unto himself, but he that is called of God, as was Aaron. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. All those who are seated here on the stage, God has called them, otherwise we wouldn't be here. ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം ദൈവം ഞങ്ങളെ വിളിച്ചതാണ്, ഇല്ലാത്ത പക്ഷം ഞങ്ങൾ ഇവിടെ കാണുമായിരുന്നില്ല. They were doing different things. Some of them had jobs, but when God called them, and then they had to forgo everything, resign their jobs and follow Jesus. അവർ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. ചിലർക്ക് ജോലിയുണ്ടായിരുന്നു. ദൈവം വിളിച്ചപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വന്നു. Jesus called Peter. Jesus called Andrew and said, leave your boats and fishes and come after me. I will make you fishers of men. യേശു പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചു, നിങ്ങളുടെ പടകും വലയും മീനും വിട്ട് എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. Jesus called James and John. യേശു യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു. And that is how they started following Jesus. അതുമുതൽ അവർ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. You may have a desire, it is true. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അത് വാസ്തവമാണ്. But to do this apostolic ministry, you need a call also. എന്നാൽ ഈ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുവാൻ ഒരു വിളി വേണം. And no man taketh this honor unto himself unless he is called even as Aaron was. അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. You may say, I've got a desire, can I not serve God? എനിക്ക് ആഗ്രഹമുണ്ടല്ലോ, എനിക്ക് കർത്താവിന്റെ വേല ചെയ്തുകൂടെ? Yes, you can do the ministry in a small capacity. അതെ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് നിനക്ക് ശുശ്രൂഷ ചെയ്യാം. Nothing wrong. Nobody is hindering you from serving God. നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നതിൽ ആരും നിങ്ങളെ തടയുവാൻ വരില്ല. But you can speak about Jesus to others.
നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാം. You can go and visit hospitals and colleges and other places. ആശുപത്രികളോ കോളേജുകളോ സന്ദർശിച്ച് അവിടെയെല്ലാം സുവിശേഷം പറയാം. But at the same time, there is something called apostolic ministry. എന്നാൽ അതേസമയം അപ്പോസ്തലിക ശുശ്രൂഷ എന്നൊന്നുണ്ട്. It is not part-time job, you must understand. അതൊരു പാർട്ട് ടൈം ജോലിയല്ല എന്ന് മനസ്സിലാക്കുക. So therefore, you should be called by God. ആകയാൽ നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെടണം. In the book of Luke, we see about 2 examples. ലൂക്കോസിൽ 2 ഉദാഹരണങ്ങൾ കാണാം. One is about that young man, rich young man. ഒന്ന് ധനവാനായ ഒരു യുവാവ്. Good master, what should I do to do eternal life? നല്ല യജമാനനെ, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? Jesus mentioned few things. യേശു ചില കാര്യങ്ങൾ പറഞ്ഞു. He said, I have kept all those things from my young age. കർത്താവേ, ചെറുപ്രായം മുതൽ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. But he said one thing. But what did Jesus say? അപ്പോൾ ഉടനെ യേശു എന്ന് പറഞ്ഞു, One thing thou lackest. നിനക്ക് ഒരു കുറവുണ്ട്. Sell and leave everything and come and follow me. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നെ പിന്നാലെ വരിക. But he did not follow Jesus. എന്നാൽ അവൻ യേശുവിനെ പിൻപറ്റിയില്ല. He had a calling, but he did not have a desire. തനിക്കൊരു വിളിയുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നില്ല. But at the same time, there was one more person we read. അതേസമയം വേറൊരു വ്യക്തിയെ കുറിച്ച് വായിക്കുന്നു. A person who was possessed, demon ഭൂതബാധിതനായ ഒരു വ്യക്തി. And he was in chains and he used to cut himself. അവൻ ചങ്ങലകളിലായിരുന്നു, സ്വയം മുറിവേൽപ്പിച്ചിരുന്നു. So then, after he was restored to former health, after he was healed, വീണ്ടും അവൻ പൂർവ്വസ്ഥിതിയിലായി സൗഖ്യം പ്രാപിച്ചപ്പോൾ now he is expressing his desire. ഇപ്പോൾ അവൻ തന്റെ ആഗ്രഹം പ്രകടമാക്കുന്നു. Lord, can I follow you? കർത്താവേ, ഞാനും നിന്നെ അനുഗമിക്കട്ടെ. He had a desire, തനിക്കൊരു ആഗ്രഹമുണ്ട്, but no calling. എന്നാൽ വിളിയില്ല. What does Jesus say? യേശു എന്ന് പറഞ്ഞു, No, you cannot follow me. Now you go and tell about my goodness to others. നീ ഇപ്പോൾ എന്റെ പിന്നാലെ വരണ്ട, ചെന്ന് ഞാൻ നിനക്ക് ചെയ്ത നന്മകൾ മറ്റുള്ളവരോട് പറയുക. The first person had a calling but no desire. ഒന്നാമത്തെ ആൾക്ക് വിളി ലഭിച്ചു, ആഗ്രഹമില്ല. But the second person has a calling but has a desire but no calling. രണ്ടാമത്തെ വ്യക്തിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, വിളിയില്ല. Even tonight there are people here who are called by God. രാത്രിയിലും ദൈവത്താൽ വിളിക്കപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. You ask the Lord, Lord, what is your purpose concerning me? നീ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്താണ്? I would like to be seen in this category of father. കർത്താവേ, പിതാക്കന്മാരുടെ ഗണത്തിൽ ഞാൻ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? I will be a father to male as well as female. കർത്താവേ, ഒരു സ്ത്രീയോ പുരുഷനോ ആർക്കും ഞാനൊരു അപ്പനായിരിക്കും. Irrespective of caste, creed, religion and nation, I'll be a father unto all. ജാതി വർഗ വർണ്ണ വിവേചനം കൂടാതെ ഞാൻ എല്ലാവർക്കും ഒരു പിതാവായിരിക്കും. God's eyes are looking at us, looking at such fathers here tonight. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അങ്ങനെയുള്ള പിതാക്കന്മാരിൽ ദൈവത്തിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. Thirdly, what is the third qualification? എന്താണ് മൂന്നാമത്തെ യോഗ്യത? We all know that verse from the book of Luke chapter 14 verse 26. ലൂക്കോസ് 14:26 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. If any man come to me and hate not his father and mother and wife and children and brethren and sisters, and his own life also, he cannot be my disciple. Praise be to God. ദൈവത്തിന് സ്തോത്രം. Jesus makes mention of 2 consecrations. കർത്താവായ യേശുവിന്റെ 2 പ്രതിഷ്ഠകളെ കുറിച്ച് പറയുന്നു. In the book of Matthew chapter 10, he makes mention of the consecration of a believer. മത്തായി 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു വിശ്വാസിയുടേതായ പ്രതിഷ്ഠയെക്കുറിച്ച് യേശു പറയുന്നു. There it is not, this word hate is not mentioned there. അവിടെ പകയ്ക്കുക എന്നുള്ളതായ പദം പറഞ്ഞിട്ടില്ല. He that loveth the father or mother more than God, more than me, is not worthy of me. അപ്പനെയോ അമ്മനെയോ എന്നേക്കാൾ ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. There it is not mentioned that you should hate your father, mother, brother, sister or wife. നിങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭാര്യയെ പകയ്ക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. But here it is altogether different. എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. What is the original word used for hate? Word misko is used. പകയ്ക്കുക എന്നുള്ളതിന് മൂലഭാഷയിൽ മിസ്കോ എന്നൊരു പദമാണ് കാണുന്നത്. It is literal hate. അക്ഷരീകമായ നിലയിൽ വെറുക്കുക. You have no connection with them. അവരോട് ഒരു ബന്ധവുമില്ല. God would like to make you a father to all, the whole world. കർത്താവ് നിങ്ങളെ മുഴുവലോകത്തിനും ഒരു പിതാവാക്കുവാൻ ആഗ്രഹിക്കുന്നു. Had you lived in this world, you would be a father only for 2 or 3 children. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 2-3 മക്കൾക്ക് മാത്രമേ അപ്പനാകാൻ കഴിയൂ. But this is altogether different. He wants you to be a father to the whole nation. എന്നാൽ ഇത് തികച്ചും വിഭിന്നമാണ്. സകല ജാതികൾക്കും നിങ്ങളെ ഒരു പിതാവാക്കുവാൻ ആഗ്രഹിക്കുന്നു. So for that,
you need a higher consecration. അതിനായി നിനക്ക് ഒരു ഉന്നത പ്രതിഷ്ഠ ആവശ്യം. What do we read in the book of Mark chapter 10 verse 28 to 30? മർക്കോസ് 10:28 മുതൽ 30 വരെ എന്ത് വായിക്കുന്നു? പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. Then Peter began to say unto him, Lo, we have left all and have followed thee. And Jesus answered and said, Verily I say unto you, there is no man that hath left house or brethren or sisters or father or mother or wife or children or lands for my sake and the gospel's, but he shall receive 100-fold now in this time houses and brethren and sisters and mothers and children and lands with persecutions, and in the world to come eternal life. Praise be to God. ദൈവത്തിന് സ്തോത്രം. In Malayalam, one word is missing. മലയാളത്തിൽ ഒരു വാക്കില്ല. So then, in English and other languages, if you see, ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും നോക്കിയാൽ, if you forsake 8 things, you will get 6 things. നിങ്ങൾ 8 കാര്യങ്ങൾ വിട്ടാൽ 6 കാര്യങ്ങൾ ലഭിക്കും. But Malayalam translators, they have conveniently forgotten that wife. It's not mentioned that you should forsake your wife. എന്നാൽ മലയാളം പരിഭാഷയിൽ അവർ സൗകര്യാർത്ഥം ആ ഭാര്യ എന്നുള്ളതായ പദം വിട്ടുകളഞ്ഞു. You go to the original also. ആകയാൽ നിങ്ങൾ ആ മൂലഭാഷയിലെ വാക്കുകളും പരിധി നോക്കാം. So therefore, there it is mentioned that you will have to forsake the wife also. ആകയാൽ മൂലഭാഷയിൽ നോക്കുമ്പോൾ ഭാര്യയെയും ഉപേക്ഷിക്കണം. So when you forsake 8 things, you will get 6 things. 8 കാര്യങ്ങൾ വിട്ടാൽ 6 കാര്യങ്ങൾ ലഭിക്കും. 2 things you will not get. 2 ലഭിക്കുകയില്ല. So then you will not get a wife. ആകയാൽ ഒരു ഭാര്യയെ കിട്ടുകയില്ല. Praise be to God. ദൈവത്തിന് സ്തോത്രം. So what are we supposed to do? ആകയാൽ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് എന്ത്? So then God has brought you into this great consecrated life. ആകയാൽ ഈ ഉന്നതമായ പ്രതിഷ്ഠാ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നു. Jesus has himself mentioned about this consecrated life. കർത്താവായ യേശു തന്നെക്കുറിച്ച് തന്നെ ഈ പ്രതിഷ്ഠാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. What is mentioned in the book of Matthew chapter 19 verse 12? മത്തായി 19:12 എന്താണ് കാണുന്നത്? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. For there are some eunuchs which were so born from their mother's womb, and there are some eunuchs which were made eunuchs of men, and there be eunuchs which have made themselves eunuchs for the kingdom of heaven's sake. He that is able to receive it, let him receive it. Jesus has mentioned these things. യേശു തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു. There are 3 eunuchs. 3 വിധ ഷണ്ഡന്മാരുണ്ട്. One is eunuchs who are born as eunuchs from their mother's womb. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്. We have not seen many such eunuchs in Kerala. കേരളത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ളവരെ നിങ്ങൾ അധികം കണ്ടു കാണുകയില്ല. Come to Delhi. Every juncture, near every signal you can see them. ഡൽഹിയിൽ വരിക, ഓരോ ജംഗ്ഷനിൽ സിഗ്നലുകളിൽ അങ്ങനെയുള്ളവരെ കാണാം. They are not born as men or women. They are born as eunuchs. അവർ സ്ത്രീയോ പുരുഷനോ ആയി ജനിച്ചവരല്ല, ഷണ്ഡന്മാരായി ജനിച്ചവർ. Then there are second eunuchs. രണ്ടാമത്തെ കൂട്ടം ഈ ഷണ്ഡന്മാരുണ്ട്. So then they were made eunuchs by the kings. അവർ രാജാക്കന്മാരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവർ. During the time of Persian kings. പാർസി രാജാക്കന്മാരുടെ കാലയളവിൽ. So then if they have to serve in the palace of the king, രാജാവിന്റെ കൊട്ടാരത്തിൽ അന്തപുരത്തിൽ അവർ സേവ ചെയ്യണമായിരുന്നു. So then they were made eunuchs and they were placed there in that place. അവർ അന്തപുരത്തിൽ സേവ ചെയ്യേണ്ടതിന് ഷണ്ഡന്മാരാക്കപ്പെട്ടിട്ടാണ് നിയമിക്കപ്പെടുന്നത്. We read about many such eunuchs in the Old Testament. അങ്ങനെയുള്ളതായ അനേകം ഷണ്ഡന്മാരെ കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. Pastor Don was mentioning in one of his messages. പാസ്റ്റർ ഡോൺ ഒരിക്കൽ തന്റെ ദൂതിൽ ഒന്നിൽ ഇപ്രകാരം പറഞ്ഞു. Daniel, Shadrach, Meshach, Abednego, they were all made eunuchs and placed there in that position. ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരെല്ലാം ഷണ്ഡന്മാരാക്കപ്പെട്ടിട്ടാണ് അവിടെ നിയമിക്കപ്പെട്ടത്. So they were considered to be faithful. ആകയാൽ അവർ വിശ്വസ്തന്മാരായി തീരുവാൻ വേണ്ടി. But here we read about the third group of eunuchs. എന്നാൽ ഇവിടെ മൂന്നാമത്തെ കൂട്ടം ഷണ്ഡന്മാരെ കാണാം. They are born as men and women in this world.
അവർ ഈ ലോകത്തിൽ സ്ത്രീയായോ പുരുഷനായോ ജനിച്ചു. But they say, for the sake of the kingdom of God, we are prepared to make ourselves as eunuchs. എന്നാൽ ദൈവരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുവാൻ ഒരുക്കമാണെന്ന് പറഞ്ഞു. There Jesus himself says, there are such eunuchs. He that is able to receive, let him receive. ആകയാൽ യേശു തന്നെ പറഞ്ഞു, അങ്ങനെയുള്ളതായ ഷണ്ഡന്മാരുണ്ട്, ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. But what do some people say? എന്താണ് ഇന്ന് ചിലർ പറയുന്നത്? He that is a servant of God, he that is a bishop, must be husband of one wife. ഒരു അധ്യക്ഷനായി ഒരു ദൈവ ശുശ്രൂഷകനായിരിക്കണമെങ്കിൽ ഏക ഭാര്യയുടെ ഭർത്താവായി തീർന്നേ മതിയാകൂ. You can give so many interpretations to that verse. ആ വാക്യത്തിന് നിങ്ങൾക്ക് എത്ര വ്യാഖ്യാനം വേണമെങ്കിലും കൊടുക്കാം. Praise be to God. ദൈവത്തിന് സ്തോത്രം. So then we all know that Mr. Vajpayee is not married. നമുക്കറിയാമല്ലോ നമ്മുടെ പഴയ പ്രധാനമന്ത്രി വാജ്പേയി വിവാഹം കഴിച്ചിട്ടില്ല. So then we know that our ex-president was not married. നമ്മുടെ മുൻ പ്രസിഡന്റും താൻ വിവാഹിതനായിരുന്നില്ല. Mr. Abdul Kalam. മിസ്റ്റർ അബ്ദുൽ കലാം. So then, for the sake of the profession, for the sake of the nation, if they could have lived such a life, why not a child of God live such a life for the sake of the kingdom of God? തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയോ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയോ അവരങ്ങനെ ചെയ്തുവെങ്കിൽ ഒരു ദൈവപൈതൽ ദൈവരാജ നിമിത്തം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? Don't speak against the consecration of Zion. ആകയാൽ സിയോന്റെ പ്രതിഷ്ഠയ്ക്കെതിരായി സംസാരിക്കരുത്. If you don't understand, you keep quiet or find out from others. മനസ്സിലാകുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക, മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കുക. Praise be to God. ദൈവത്തിന് സ്തോത്രം. Jesus himself has mentioned that there is a higher life. കർത്താവായ യേശു തന്നെ ഒരു ഉന്നത ജീവിതമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. There are so many youngsters here. ഇവിടെ അനേക യൗവനക്കാരുണ്ട്. So then, from today onwards, you ask the Lord, ഇന്നു മുതൽ ദൈവത്തോട് ചോദിക്കുക, what is there in this world? What is there in this world? What is there in this world? കർത്താവേ, ഈ ലോകത്തിൽ എന്താണുള്ളത്? What pleasure is there? What pleasure can world, money and position and name and fame and education give me? കർത്താവേ, ഈ ലോകത്തിലെ പണമോ പേരോ പ്രശസ്തിയോ തൊഴിലോ എനിക്ക് എന്ത് സുഖം തരും? What is your purpose concerning my life? എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്ത്? You are going to live only once. ഒരിക്കൽ മാത്രമേ ലോകത്തിൽ ജീവിതമുള്ളൂ. With what purpose did you put me in this family? കർത്താവേ, ഈ കുടുംബത്തിൽ നീ എന്നെ വെച്ചത് ഏത് ഉദ്ദേശത്തോടെ? With what purpose you have put me in this assembly? ഏത് ഉദ്ദേശത്തോടെയാണ് നീ എന്നെ ഈ കൂട്ടായ്മയിൽ ആക്കി വെച്ചത്? With what purpose you have put me in this fellowship? ഈ കൂട്ടായ്മയിൽ നീ എന്നെ വെച്ചത് എന്തുകൊണ്ടാണ്? Why did you make me understand about this lofty life? എന്തുകൊണ്ടാണ് ഈ ഉന്നത ജീവിതം മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ചത്? God will do wonderful things in your life. ദൈവത്തിന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ ചെയ്യും. There is a voice resounding in heaven. ദാ സ്വർഗ്ഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ശബ്ദം. Who will go for us? ആർ നമുക്കായി പോകും? Ernakulam is destroyed. എറണാകുളം നശിക്കുന്നു. Ernakulam is getting destroyed. എറണാകുളം ജില്ല നശിക്കുന്നു. Kerala is getting destroyed. കേരളം നശിക്കുന്നു. Whole India is getting destroyed. ലോകം ഇന്ത്യയും നശിക്കുന്നു. Sin is rampant. പാപം പെരുകുന്നു. So who will go for me? ആർ എനിക്കായി പോകും? Who will go? ആരെ ഞാൻ അയക്കും? Who will take this gospel? ആർ ഈ സുവിശേഷത്തെ ഏറ്റെടുക്കും? What is your reply tonight? എന്താണ് ഇന്ന് രാത്രി നിന്റെ മറുപടി? Oh young man, young woman, what will be your reply tonight? യുവാവേ, യുവതിയെ, അതിന് നീ എന്ത് മറുപടി കൊടുക്കും? God, if the Lord calls you, He is able to preserve you. നിന്നെ ദൈവം വിളിച്ചെങ്കിൽ സൂക്ഷിക്കുവാനും അവൻ ശക്തൻ. Praise be to God. ദൈവത്തിന് സ്തോത്രം. As long as you are in God's hand, He is able to preserve you. ദൈവത്തിന്റെ കൈകളിൽ ആയിരിക്കുന്നിടത്തോളം കർത്താവ് നിന്നെ കാത്തുകൊള്ളും. The ministry is vast, the land is vast. ഈ ശുശ്രൂഷ വളരെ വിശാലം, ദേശം വളരെ വിശാലം. Everywhere we are running short of servants of God. എവിടെ ശുശ്രൂഷയുടെ കുറവുണ്ട്? Then God wants you to serve Him. ആകയാൽ നീ തന്നെ സേവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. One humble advice to our parents. മാതാപിതാക്കളോട് ഒരു എളിയ അഭ്യർത്ഥന. Don't speak against this ministry. ഈ ശുശ്രൂഷയ്ക്കെതിരായി സംസാരിക്കരുത്. I don't want you to force your children into this. നിങ്ങളുടെ കുട്ടികളെ ബലപ്രയോഗം നടത്തി അയക്കണമെന്ന് പറയുന്നില്ല. But at the same time you encourage them. അതേസമയം നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. You ask them, you wait in the presence of God, you take your own decision. അതെ, നിങ്ങൾ പറയണം, നീ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നീ തന്നെ തീരുമാനിക്കുക. You know what is the reason as to why America is blessed these days? അമേരിക്ക ഈ നാളുകളിൽ വളരെ മെച്ചമായി തോന്നുന്നതിന്റെ കാരണം എന്താണ്? During those days God blessed America. You know what is the reason for that? ആ മുൻകാലങ്ങളിൽ ദൈവം അമേരിക്ക അനുഗ്രഹിച്ചല്ലോ. കാരണം എന്താണ്? Why has America come to this position? എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഒരു ഉന്നതാവസ്ഥയിൽ എത്തിയത്? No other country has sent as many missionaries to the world as America has sent. അമേരിക്ക അയച്ചതുപോലെ ഇത്രത്തോളം മിഷനറിമാരെ അയച്ചതായ മറ്റൊരു രാജ്യമില്ല.
Others are all only percentage of it. മറ്റുള്ളവർ വളരെ ചുരുങ്ങിയ ശതമാനമേ ഇച്ചിട്ടുള്ളൂ. Even today, 99% of the missionary work in the world is supported by the money from America. ഇന്ന് മുഴു ലോകത്തിലെ മിഷണറി പ്രവർത്തനത്തിന്റെ 99% അതിനുള്ള സാമ്പത്തിക പിന്തുണ അമേരിക്കയിൽ നിന്നാണ്. I've heard a true story about a pious lady from America. അമേരിക്കയിൽ നിന്നുള്ള ഭക്തിയുള്ള ഒരു വനിതയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. She had 7 sons. അവൾക്ക് 7 പുത്രന്മാർ. I am speaking of something which happened about 100 years back. ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യമാണ്. She had 7 sons. അവൾക്ക് 7 ആൺമക്കൾ. She was a widow. She had lost her husband. അവളൊരു വിധവയായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി. Those days were days of cannibalism. അന്ന് നരഭോജികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. One son was sent to Africa. ഒരു മകനെ ആഫ്രിക്കയിലേക്ക് അയച്ചു. He did not come back. അവൻ തിരിച്ചു വന്നില്ല. He preached the gospel there and he was eaten up by the cannibals. അവിടെ സുവിശേഷം പ്രസംഗിച്ചു, നരഭോജികൾ അവനെ കൊന്നു തിന്നു. Then she sent the second son. രണ്ടാമത്തെ മകനെ അയച്ചു. He did not return. അവനും തിരിച്ചു വന്നില്ല. Third son, fourth son, fifth son, sixth son, they never returned. മൂന്നാമത്തവൻ 4, 5, 6 എല്ലാവരെയും അയച്ചു. അവരാരും തിരിച്ചു വന്നില്ല. She had only one son left. ഇനി ഒരേ ഒരു മകൻ അവശേഷിച്ചു. And she was prepared to send even him also. അവനെയും അയക്കുവാൻ അവൾ ഒരുങ്ങിയിരുന്നു. Others tried to dissuade her. മറ്റുള്ളവർ അവളെ തടയുവാൻ നോക്കി. Who is there to help you in your old age? നിനക്ക് പ്രായമായാൽ നിന്നെ നോക്കാൻ ആരുണ്ട്? What was the reply given by that righteous mother? ആ നീതിയുള്ള മാതാവ് നൽകിയ മറുപടി എന്താണെന്ന് അറിയാമോ? It's not 7 sons. Had God given me 7 more sons, I would have gladly given them for the work of God. ഈ 7 ആൺമക്കളല്ല, ഇനിയും 7 ആൺമക്കളെ കൂടെ എനിക്ക് ദൈവം തന്നിരുന്നെങ്കിൽ എല്ലാവരെയും ഞാൻ വേലയ്ക്ക് സന്തോഷത്തോടെ കൊടുക്കുമായിരുന്നു. The doors of the gospel are going to be closed very soon. അതെ, സുവിശേഷത്തിന്റെ വാതിൽ എത്രയും വേഗത്തിൽ അടയും. So that God is in search of such fathers. അങ്ങനെയുള്ള പിതാക്കന്മാരെ ദൈവം തേടുന്നു. So then you should come into the fellowship of such fathers. ആകയാൽ ഈ വിധ പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ നീയും വരിക. Who have forsaken everything, who have left everything and following Christ. അവരെല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിൻപറ്റുന്നു. I'll mention about the last father and finish. ഒടുവിലത്തെ പിതാവിനെ കുറിച്ച് പരാമർശിച്ച് അവസാനിപ്പിക്കാം. Coming back to Matthew chapter 6 verse 9. മത്തായി 6-ാം അധ്യായം 9-ാം വാക്യം. So here we read about heavenly Father. ഇവിടെ നാം സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കുറിച്ച് വായിക്കുന്നു. We should all have close fellowship with this heavenly Father. നമുക്കെല്ലാവർക്കും ഈ സ്വർഗീയ പിതാവുമായി അടുത്ത ബന്ധം വേണം. And we should have the character of this heavenly Father also. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സ്വഭാവങ്ങളും നമുക്ക് വേണം. There are so many things which we can mention about this heavenly Father. ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. Be holy even as he is holy, it is mentioned. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. Be merciful even as your heavenly Father is merciful. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിപ്പിൻ. Be perfect even as your heavenly Father is perfect. സ്വർഗ്ഗസ്ഥനായ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കും പോലെ നിങ്ങളും ആയിരിപ്പിൻ. What does he expect from his children? തന്റെ മക്കളിൽ നിന്ന് അവൻ എന്ത് പ്രതീക്ഷിക്കുന്നു? I would like to mention just 4 things about this heavenly Father. ഈ സ്വർഗീയ പിതാവിനെ കുറിച്ച് 4 കാര്യങ്ങൾ പറയട്ടെ. 4 things are mentioned about this heavenly Father. ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ. One is he is addressed as Father of mercies. ഒന്ന്, അവൻ കരുണയുള്ള പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. Second, it is mentioned this he is Father of glory. രണ്ടാമതായി ഇവൻ മഹത്വമുള്ള പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. Thirdly, it is mentioned he is Father of lights. മൂന്നാമതായി അവൻ വെളിച്ചങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. Fourthly, it's mentioned that he is Father of spirits. നാലാമതായി അവൻ ആത്മാക്കളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. When we turn to the book of 2 Corinthians chapter 1 verses 3 and 4. 2 കൊരിന്ത്യർ 1:3-4 വാക്യങ്ങൾ. മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. Blessed be God, even the Father of our Lord Jesus Christ, the Father of mercies and the God of all comfort, who comforteth us in all tribulation, that we may be able to comfort them which are in any trouble by the comfort wherewith we ourselves are comforted of God. He is addressed as Father of mercies. ഇവിടെ മനസ്സിലുള്ള പിതാവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. His heart is full of mercy. അവന്റെ ഹൃദയം കരുണയാൽ നിറഞ്ഞിരിക്കുന്നു. He is not hard-hearted as you and I are.
ഞാനും നിങ്ങളുമായിരിക്കുന്നത് പോലെ അവൻ കഠിന ഹൃദയനല്ല. You would have come with various needs tonight. ഒരുപക്ഷേ നിങ്ങൾ പല ആവശ്യങ്ങളുമായി വന്നിരിക്കാം. You would have come with physical needs, spiritual needs. ശാരീരികമോ ആത്മീയമായ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. You would have come with various sicknesses. പല രോഗങ്ങളുമായും വന്നിരിക്കാം. His heart is merciful, and then he's looking at you tonight. അവന്റെ ഹൃദയം മനസ്സലിവുള്ളതാണ്. അവൻ നിങ്ങളെ കരുണയോടെ നോക്കുന്നു. All that he wants is, will you cry out unto him, my Father? അവൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രം, എന്റെ പിതാവേ എന്ന് നിലവിളിക്കുകയില്ലയോ? You mention your needs to him. നിന്റെ ആവശ്യങ്ങൾ തന്നോട് പറയുക. When he was in this world, he had compassion towards so many groups, different groups. He had compassion towards different groups. ലോകത്തിലായിരുന്നപ്പോൾ തനിക്ക് പലരോട് മനസ്സലിവ് തോന്നി. So the same Jesus is in our midst. അതേ യേശു നമ്മുടെ നടുവിലുണ്ട്. Word of God says, Jesus Christ, the same yesterday, today and forever. തിരുവചനം പറയുന്നു, കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ. He is not a dead God. We don't believe in a dead God. അവൻ ഒരു മൃത ദൈവമല്ല. നാം വിശ്വസിക്കുന്നത് ഒരു മരിച്ച ദൈവത്തിലല്ല. We don't believe in a dead religion. നാം ഒരു മൃതമായ മതത്തിൽ വിശ്വസിക്കുന്നവരുമല്ല. That's the reason why Christianity is expanding by leaps and bounds. അതുകൊണ്ടത്രേ ഇന്ന് സ്ഥലകാലങ്ങൾക്ക് അതീതമായി ക്രിസ്ത്യാനിത്വം ഇന്ന് വളർന്നു പെരുകുന്നത്. The more they try to suppress, the more it is increasing. എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചുവോ അത്രത്തോളം ഇത് പെരുകിയതേ ഉള്ളൂ. Because the sepulchre could not keep him bound. എന്തുകൊണ്ടെന്നാൽ കല്ലറയ്ക്ക് അവനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. He is alive even today. അവൻ ഇന്നും ജീവിക്കുന്നു. So then all those who believe that our Jesus is alive, will you shout hallelujah? യേശു ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്നവരെ കരമുയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കം. His heart is a compassionate heart. അവന്റെ ഉള്ള മനസ്സലിവുള്ളത്. What do we read? Even in the Old Testament, he had a compassionate heart towards the children of Israel. പഴയ നിയമത്തിൽ നോക്കിയാലും ഇസ്രായേൽ മക്കളോട് അവൻ വളരെ മനസ്സലിവുള്ളവനായി. When they depart from the Lord, he was just waiting. Will they not come back to me? Will they not come back to me? അവർ തന്നെ വിട്ടാന്നു പോയപ്പോൾ അവൻ കരുണയോടെ കാത്തിരുന്നു. അവർ എങ്കിലേക്ക് മടങ്ങി വരികയില്ലയോ? Even today, sometimes you may be in a backslidden state. He's waiting for you. ഇന്ന് ഒരുപക്ഷേ നീ ഒരു പിന്മാറ്റാവസ്ഥയിലായിരിക്കാം. അവൻ നിനക്കായി കാത്തിരിക്കുന്നു. You are his handiwork. You are his creation. He has shed his blood for you also. നീ അവന്റെ കൈപ്പണിയാണ്. നീ അവന്റെ സൃഷ്ടിയാണ്. നിനക്കായി അവൻ തന്റെ രക്തം ചിന്തിയിട്ടുണ്ട്. People would have rejected you. Your wife would have abhorred you. Your parents would have disowned you. ആളുകൾ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കാം. ഭാര്യ നിന്നെ വെറുത്തിരിക്കാം. മാതാപിതാക്കൾ നിന്നെ നിന്ദിച്ചിരിക്കാം. You may be considered as a social outcast. ഒരുപക്ഷേ നീ സമൂഹത്തിൽ ഒരു ഭ്രഷ്ടനായി മാറിയിരിക്കാം. But still there is a compassionate Jesus in our midst. അപ്പോഴും മനസ്സലിവുള്ള യേശു നമ്മുടെ നടുവിലുണ്ട്. Father of mercies is in our midst tonight. മനസ്സലിവുള്ള പിതാവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. What do we read in the book of Romans chapter 10 verse 21? റോമാലേഖനം 10:21 എന്ത് വായിക്കുന്നു? As far as the children of Israel are concerned. As far as the children of Israel are concerned. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നോക്കുന്നിടത്തോളം. He says, I am stretching forth their hands towards them. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ അവർക്ക് നേരെ എന്റെ കൈ നീട്ടി. Kindly read that verse. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടി എന്നവൻ പറയുന്നു. But to Israel he said, all day long I have stretched forth my hands unto a disobedient and gainsaying people. You are such a loving God, such a merciful God. Where can you find such a God? നോക്കുക, എത്ര സ്നേഹവാൻ, എത്രയോ കരുണയുള്ളവൻ. ഇതുപോലെ ഒരു ദൈവത്തെ കാണുവാൻ കഴിയുമോ? If that was the compassion which he would have shown in the Old Testament, how much more would he show compassion in this dispensation of grace? പഴയ നിയമ കാലയളവിൽ ദൈവം ഇത്രമാത്രം മനസ്സലിവ് കാണിച്ചെങ്കിൽ ഈ കൃപായുഗത്തിലോ അവൻ എത്രമാത്രം മനസ്സലിവ് കാണിക്കും. Now he is stretching forth his hands. ഇപ്പോൾ അവരിതാ തന്നെ കരം നീട്ടിയിരിക്കുന്നു. Who stretches forth his hands? ആരാണ് കൈനീട്ടുന്നത്? Like a beggar, like a beggar. ഒരു യാചകനെ പോലെ. Will you not come back to me? നീ എന്റെ അടുക്കൽ മടങ്ങി വരുമോ? Will you not? How long will you run away from me? നീ എത്രത്തോളം എന്നെ വിട്ട് ഓടി അകന്നു പോകും? Come back to me and I will help you. എന്റെ അടുക്കൽ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ സഹായിക്കും. I will strengthen you. ഞാൻ നിന്നെ ശക്തീകരിക്കും. I will heal you. ഞാൻ നിന്നെ സൗഖ്യമാക്കും. You heard the testimony of that beloved brother. പ്രിയ സഹോദരന്റെ സാക്ഷ്യം കേട്ടുവല്ലോ. If the Lord would have done so many wonderful things in his life, why can't he do the same with you? ആ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുത പ്രവൃത്തികൾ ഏറെ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് നിനക്കും അത് ചെയ്യാതിരിക്കും? He is Father of mercies, you must understand. അവൻ മനസ്സലിവുള്ള പിതാവെന്ന് മനസ്സിലാക്കുക. As far as some of us are concerned, the moment we hear about God, we think that he is a judge and waiting just to punish us.
for every infringement. ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് കേൾക്കുമ്പോൾ അവനെ ന്യായം വിധിക്കാനും ഓരോ തെറ്റിനും ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ന്യായാധിപതിയുടെ ചിത്രമാണ് വരുന്നത്. No, it is not so. Here it is mentioned that he is Father of mercies. അങ്ങനെയൊന്നുമേ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ മനസ്സലിവുള്ള പിതാവ്. But at the same time, this will not continue for long. എന്നാൽ അതേസമയം ഇത് എപ്പോഴും ഇങ്ങനെ ആവുകയില്ല. It is mentioned that it is a dispensation. ഇത് ഒരു കൃപായുഗമെന്ന് പറഞ്ഞിരിക്കുന്നു. So then there is a completion for this. ആകയാൽ ഇതിനൊരു പൂർത്തീകരണമുണ്ട്. Before that is over, you should fall in the hands of Jesus. അതിനു മുമ്പേ യേശുവിന്റെ കയ്യിലേക്ക് വീഴുക. Second, രണ്ടാമത് he is addressed as Father of glory. അവൻ മഹത്വമുള്ള പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. It is a vast subject. I don't have time to explain more on this. ഒരു വിശാലമായ വിഷയമാണ്, എന്നാൽ അധികം സമയം മുൻപിലില്ല. When we turn to the book of Ephesians chapter 1 verses 17 and 18. എഫെസ്യലേഖനം 1:17-18. Kindly read only in Malayalam. മലയാളത്തിൽ മാത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here it is mentioned that he is Father of glory. ഇവിടെ മഹത്വമുള്ള പിതാവെന്ന് വായിക്കും. So then, what does this God of glory give his people? ഈ മഹത്വമുള്ള പിതാവ് തന്റെ ജനത്തിന് എന്ത് ചെയ്യുന്നു? Spirit of wisdom, spirit of understanding, hope of their calling, etc., etc. So many things. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് തന്റെ വിളിയുടെ പ്രത്യാശയൊക്കെ നൽകുന്നു. Why have you come for this convention? എന്തുകൊണ്ടാണ് ഈ കൺവെൻഷന് വന്നത്? To have a better knowledge, better understanding about that living God. ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ശ്രേഷ്ഠമായ പരിജ്ഞാനം ലഭിക്കുവാൻ. Sometimes you would have lost your hope. ഒരു പക്ഷേ ഇതിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കാം. And that's the reason God of glory, Father of spirit, is speaking to you tonight. അതുകൊണ്ടാണ് ഈ മഹത്വമുള്ള പിതാവ് ഇന്ന് നിന്നോട് സംസാരിക്കുന്നത്. And then there is something called gospel of glory also. തേജസ്സിന്റെ സുവിശേഷം എന്നൊന്നുണ്ട്. So then word of God makes mention of two gospels. ദൈവത്തിന് രണ്ട് വിധമായ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു. One is gospel of deliverance, the other one is gospel of glory. ഒന്ന് വിടുതലിന്റെ സുവിശേഷം, അടുത്തത് തേജസ്സിന്റെ സുവിശേഷം. What does gospel of deliverance do? വിടുതലിന്റെ സുവിശേഷം എന്ത് ചെയ്യുന്നു? It delivers people from sin, sickness, tradition, power of death and so on. ആളുകളെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന് ഒക്കെയും വിടുവിക്കുന്നു. But at the same time, what does glory say? What does the gospel of glory say? അതേസമയം തേജസ്സിന്റെ സുവിശേഷം എന്ത് ചെയ്യുന്നു? You can become like Jesus. നിനക്ക് യേശുവിനെ പോലെയാകാം. That is what we read in the book of 2 Corinthians chapter 4 verse 4. 2 കൊരിന്ത്യർ 4:4 അതാണ് വായിക്കുന്നത്. What do we read in 2 Thessalonians 2:14? 2 തെസ്സലോനിക്കർ 2:14 എന്ന് പറയുന്നു. He called us by our gospel to the obtaining of the glory of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചത്. Why have you come to this convention? നിങ്ങൾ എന്തിനീ കൺവെൻഷന് വന്നു? Is it only to receive some monetary gain? എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണോ? I am in a difficulty, I don't have a job, I need a job. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ജോലിയില്ല, ഒരു ജോലി വേണം. My husband bashes me up and then he should allow me to live in peace. അതെ, എന്റെ ഭർത്താവ് എപ്പോഴും എന്നോട് വഴക്കാണ്, സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കണം. My mother-in-law doesn't allow me to live in peace with my husband. എന്റെ അമ്മായിയമ്മ ഭർത്താവോടുകൂടെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. Lord, kindly help me. കർത്താവേ സഹായിക്കണേ. I need a proper match for my daughter. എന്റെ മകൾക്കൊരു നല്ല കല്യാണം വേണം. My son needs admission. എന്റെ മകന് ഒരു നല്ല അഡ്മിഷൻ വേണം. Have you come here with such purposes? ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടെയാണോ വന്നത്? Oh, God is able to provide you with all things. എല്ലാം തരുവാൻ ദൈവത്തിന് കഴിയും. They are only kindergarten studies for God. അവയെല്ലാം തന്നെ ഒരു നഴ്സറി സ്കൂളിന്റെ അനുഭവം മാത്രമാണ്. What does the word of God say? എന്നാൽ ദൈവവചനം എന്ത് പറയുന്നു? Seek ye the kingdom of God and its righteousness, and all these things will be added unto you. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം നിനക്ക് കിട്ടും. Praise be to God. ദൈവത്തിന് സ്തോത്രം. And our hope must increase day by day. ആകയാൽ നാൾക്കുനാൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. Third, it is mentioned about Father of lights. മൂന്നാമത് വെളിച്ചങ്ങളുടെ പിതാവ്. When we turn to the book of James chapter 1 verse 17. യാക്കോബ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. Every good gift and every perfect gift is from above
and cometh down from the Father of lights. Praise be to God. ദൈവത്തിന് സ്തോത്രം. Two things are mentioned here. One is good gift and perfect gift. ഇവിടെ രണ്ട് കാര്യങ്ങൾ, നല്ല ദാനം, തികഞ്ഞ വരം. Praise be to God. ദൈവത്തിന് സ്തോത്രം. So one can be compared with earthly blessing, the other one can be mentioned with eternal blessings. ഒന്നിനെ ഭൗമിക നന്മയോടും അടുത്തതിനെ നിത്യമായ അനുഗ്രഹങ്ങളോടും ഉപമിക്കാം. God would like to give you all earthly blessings also along with it. നിങ്ങൾക്ക് എല്ലാ ഭൗമിക നന്മകൾ തരുവാനും ദൈവത്തിന് താല്പര്യമുണ്ട്. What is the greatest gift he would like to give you? എന്താണ് ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മഹത്തായ സമ്മാനം? When we turn to the book of Philippians chapter 3 verse 8. ഫിലിപ്പി ലേഖനം 3:8 വായിക്കുമ്പോൾ, So Jesus would like to be, he would like to give you Jesus. He wants you to own Jesus. കർത്താവായ യേശു നിങ്ങൾക്ക് യേശുവിനെ തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശു ഉള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. What do we read in the book of Isaiah chapter 9 verse 6? യെശയ്യാവ് 9:6 എന്ത് വായിക്കുന്നു? Unto you a child is born, unto you a son is given. നിങ്ങൾക്ക് ഒരു മകനെ തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു ശിശുവിനെ തന്നിരിക്കുന്നു. It is a gift. അതൊരു ദാനമാണ്. If you have Jesus, you have got everything in this world. നിങ്ങൾക്ക് യേശുവുണ്ടോ ലോകത്തിൽ എല്ലാം ഉണ്ട്. If you have Jesus, you will have everything. You have got money, you have got all that you need for worldly things and then earthly things. You have got everything pertaining to life and godliness. നിങ്ങൾക്ക് യേശുവുണ്ടോ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഭക്തിക്കും ജീവനും വേണ്ടതെല്ലാം ഉണ്ട്. While speaking to the Samaritan woman, what does Jesus say? ശമര്യക്കാരത്തിയോടുള്ള സംഭാഷണമധ്യേ യേശു എന്ത് പറയുന്നു? When we turn to the book of John chapter 4 verse 10. യോഹന്നാൻ 4:10. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. Praise be to God. ദൈവത്തിന് സ്തോത്രം. Here Jesus mentions himself as a gift. Had you understood the gift of God? കർത്താവായ യേശുവിടെ തന്നെ ഒരു ദാനമെന്ന് പറയാണ്. ദൈവത്തിന്റെ ദാനം നീ മനസ്സിലാക്കിയോ? We understand, we read about this truth in so many other verses also. മറ്റു പല വാക്യങ്ങളിലും ഈ സത്യം മനസ്സിലാക്കാം. Hebrews chapter 6 verse 4. എബ്രായർ 6:4. And Romans chapter 8 verse 32. റോമാലേഖനം 8:32. He that has given you the Son, along with that will he not give you all other things? സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് തന്നവൻ അവനോടുകൂടെ എല്ലാം നൽകാതിരിക്കുമോ? So he wants you to give Jesus tonight. ആകയാൽ ഇന്ന് രാത്രി യേശുവിനെ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. The greatest blessing is your desire must be, Lord, I should own Christ, I should win Christ. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത്, കർത്താവേ എനിക്ക് യേശുവിനെ നേടണം, യേശുവിനെ സ്വന്തമാക്കണം, ആ ഏറ്റവും നല്ല ദാനം വേണമെന്നതാകണം. After receiving all earthly things, if I lose Jesus, what is the use? എല്ലാ ഭൗമിക അൻപകളും ലഭിച്ചിട്ട് യേശുവിനെ കിട്ടിയില്ല എങ്കിൽ എന്ത് പ്രയോജനം? What does St. Paul say? വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നു, I count all these things as dung and dust for the excellency of the knowledge of Christ, that I may win Christ. ഞാൻ എല്ലാം ചവറെന്നും ഛേദമെന്നും എണ്ണിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ക്രിസ്തുവിനെ നേടുവാൻ. We'll come to the last sub point now. അടുത്ത അവസാന വിഷയത്തിലേക്ക് വരാം. When we turn to the book of Hebrews chapter 12 verse 9. എബ്രായ ലേഖനം 12:9. Our Father, Heavenly Father, is addressed as Father of Spirit. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആത്മാക്കളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ? Furthermore, we have heard fathers of our flesh which corrected us, and we gave them reverence. Shall we not much rather be in subjection unto the Father of spirits and live? So this Father of Spirit also chastise. There it is mentioned about the chastise, comparing this with the chastisement of our earthly father. ഇവിടെ ഭൗമിക പിതാക്കന്മാർ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് പറയുന്നത് ആത്മീക പിതാവ് നമ്മെ ശിക്ഷിക്കുന്നുണ്ട്. So then when we go wrong, when we deviate from the way, he is always ready to chastise us and punish us. നാം ദൈവവഴികളിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു, അവൻ നമ്മെ തിരുത്തുന്നു. Why? What for? എന്തിന്? That we may be partakers of his holiness, it is mentioned. നാം അവന്റെ വിശുദ്ധിയിൽ പങ്കാളികളാകുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. Our earthly fathers chastise us for their own pleasure. ഈ ലോകത്തിലെ പിതാക്കന്മാർ തങ്ങളുടെ സ്വന്തം സന്തോഷത്തിനായി നമ്മെ ശിക്ഷിക്കുന്നു. But here it is mentioned, he punishes us for our benefit. എന്നാൽ ഇവിടെ നമ്മുടെ നേട്ടത്തിനായിട്ടാണ് ഈ സ്വർഗീയ പിതാവ് നമ്മെ ശിക്ഷിക്കുന്നത്. That we may become partakers of his holiness. നാം അവന്റെ വിശുദ്ധിയിൽ പങ്കാളികളാകുവാൻ. And that is why in the book of 1 Corinthians chapter 11 verse 32. 1 കൊരിന്ത്യർ 11:32. And he chastises us, he judges us, that we may not be judged with the world. നാം ലോകത്തോടുകൂടെ വിധിക്കപ്പെടാതിരിക്കുവാൻ
നമ്മെ വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. The word of God makes mention of two aspects of the gospel. സുവിശേഷത്തിന്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നു. One is he is Father of love, God of love. ഒന്ന് അവൻ സ്നേഹത്തിന്റെ ദൈവമാണ്. On the other hand, he is God who judges us also. മറുഭാഗത്ത് അവൻ നമ്മെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. When we depart from God, when we reject God, when we reject the word of God, നാം ദൈവത്തെ വിട്ടകന്ന് ദൈവത്തെ തള്ളി അവന്റെ വചനത്തെ തള്ളിക്കളയുമ്പോൾ he will always punish us also, we must understand. അവൻ നമ്മെ ശിക്ഷിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. Our God Jesus is coming soon. നമ്മുടെ ദൈവം യേശു വേഗം വരുന്നു. And then the word of God was spoken to you tonight. രാത്രി ദൈവത്തിന്റെ വചനം നിന്നോട് അറിയിച്ചു. What does he expect of you tonight? നിന്നിൽ നിന്ന് രാത്രി അവൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? Will you cry out to him, my Father? എന്റെ പിതാവേ എന്ന് നീ നിലവിളിക്കുകയില്ലയോ? Heavenly Father. എന്റെ സ്വർഗീയ പിതാവേ. This is what he expects from you and me. ഇതാണ് നിന്നിൽ നിന്ന് എന്നിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത്. His ears are just waiting to hear such words. അങ്ങനെയുള്ള വാക്കുകൾ നിന്നിൽ നിന്ന് കേൾക്കുവാൻ അവൻ കാതോർത്തിരിക്കുന്നു. His heart is a merciful heart. അവന്റെ ഹൃദയം കരുണയുള്ളത്. His heart is not a hardened heart, it is a helpful heart. അത് കഠിനപ്പെട്ട ഒരു ഹൃദയമല്ല, അതിനെ സഹായിക്കുവാൻ മനസ്സുള്ളത്. Are you sick tonight? രാത്രി നീ രോഗിയോ? Do you think that you are affected by witchcraft and other problems? ആവിചാരവും മറ്റുമെന്നെ ബാധിച്ചിരിക്കുന്നെന്ന് നീ ചിന്തിക്കുന്നു. But here the word of God says you entrust yourself to do the will of God. എന്നാൽ ഇവിടെ ദൈവവചനം നിന്നോട് പറയുന്നത് ദൈവേഷ്ടത്തിനായി നിന്നെ തന്നെ ഏൽപ്പിക്കുക. If the Lord helps you, what will you do? കർത്താവ് നിന്നെ സഹായിച്ചാൽ നീ എന്ത് ചെയ്യും? Will you follow him or will you leave him and go? നീ അവനെ പിൻപറ്റുമോ അല്ലെങ്കിൽ അവനെ വിട്ടു പോകുമോ? Like those 9 lepers, will you experience the goodness and then depart and go into the world? ആ 9 കുഷ്ഠരോഗികളെ പോലെ ദൈവിക നന്മ അനുഭവിച്ചിട്ട് ലോകത്തിലേക്ക് തിരിച്ചു പോകുമോ? Our God is God of spirits also. നമ്മുടെ ദൈവം ആത്മാക്കളുടെ ദൈവമാണ്. When we deviate from his path, he always reprimands us. നീ അവനെ വിട്ട് തെറ്റിപ്പോയാൽ അവൻ നിന്നെ തിരിച്ചു മടങ്ങി വരുത്തും. He wants you to do his perfect will. നീ തന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. In other words, he wants you to do his perfect will. മറുവാക്കിൽ പറഞ്ഞാൽ നീ അവന്റെ സമ്പൂർണ്ണ ഹിതം ചെയ്യണമെന്ന് അവൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. After receiving all the benefits from God, it is not to walk in your own path. ദൈവികമായ എല്ലാ നേട്ടങ്ങളും വാങ്ങിച്ചതിന് ശേഷം നിന്റെ സ്വന്തം വഴിയിൽ നടക്കുകയല്ല. Tonight, will you cry out to God, Heavenly Father, here, Lord, I am coming to do thy will. നീ ദൈവത്തെ നോക്കി എന്റെ സ്വർഗീയ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നെന്ന് പറയുമോ? സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. Sweet
Tonight we heard of the love of our Heavenly Father. ഇന്ന് രാത്രി നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. He is calling us. നമ്മെ വിളിക്കുന്നു. He is more than the fathers we have or had after the flesh. നമുക്ക് ജഡപ്രകാരം ഉണ്ടായിരുന്ന പിതാക്കന്മാരെക്കാൾ അവൻ എത്രയോ ശ്രേഷ്ഠൻ. His love surpasses that of all our earthly parents. നമ്മുടെ എല്ലാ ഭൗമിക മാതാപിതാക്കളുടെ സ്നേഹത്തെക്കാൾ അപ്പുറമായ സ്നേഹമാണ് തന്റേത്. Yes, tonight he wants to make that love known to us, so real to us. രാത്രി ആ സ്നേഹത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കി അത് എത്ര യഥാർത്ഥമാണെന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. Oh, tonight understand him. Oh yes, that his love is a love, oh, that cannot be compared. രാത്രി നീ ആ ദൈവത്തിന്റെ സ്നേഹം അത് നിസ്തുല്യമായ സ്നേഹമാണെന്ന് മനസ്സിലാക്കുക. His care for you cannot be compared. His care. അവന്റെ കരുതൽ അത് ഒരിക്കലും ഉപമിക്കാനാവുന്നതല്ല. Oh, tonight cast all your cares upon Jesus. രാത്രി നിന്റെ സകല വിചാരങ്ങളും യേശുവിന്റെ മേൽ വയ്ക്കുക. Oh, your God, your Father is listening to your prayer. അവനിതാ നിന്റെ പിതാവായി നിന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നു. Don't go with any burden. ഒരു ഭാരത്തോട് തിരിച്ചു പോകേണ്ട. Oh, give all your burdens to him. ഭാരങ്ങളെല്ലാം അവനെ ഏൽപ്പിക്കുക. There is no father like Jesus. യേശുവിനെ പോലെ ഒരു പിതാവ് വേറെ ഇല്ല. Oh, tonight, Lord, you look to your Heavenly Father and call upon him. രാത്രിയിൽ സ്വർഗീയ പിതാവിലേക്ക് നോക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക. Oh, he's listening to your cry. നിന്റെ കരച്ചിൽ അവൻ കേൾക്കുന്നു. He will answer your cry. നിന്റെ കരച്ചിലിന് അവൻ മറുപടി നൽകും. Oh, he's here to touch you. നിന്നെ തൊടുവാൻ അവൻ ഇവിടെ ഉണ്ട്. He's here to bless you. നിന്നെ അനുഗ്രഹിപ്പാൻ ഇവിടെ ഉണ്ട്. Oh, yes, he's our God, our Father. അവൻ നമ്മുടെ ദൈവം, അവൻ നമ്മുടെ പിതാവ്. Oh, believe it. തന്നിൽ വിശ്വസിക്കുക. Oh, then we can be called children of our father Abraham. നാം അബ്രഹാമിന്റെ പിതാവിന്റെ മക്കളെന്ന് വിളിക്കപ്പെട്ടിരിക്കുക. Oh, believe it. വിശ്വസിക്കുക. Oh, be like those who have lived their lives believing in God. ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചവരെ പോലെ നമുക്കായി തീരും. Oh, yes, tonight come to your Father. രാത്രി നിന്റെ പിതാവിന്റെ അടുക്കലേക്ക് വരിക. Oh, tonight he's calling you. രാത്രി അവൻ നിന്നെ വിളിക്കുന്നു. Oh, he's the Father of glory. അവൻ മഹത്വമുള്ള പിതാവ്. Father of mercy. കരുണ മനസ്സലിവുള്ള പിതാവ്. He's full of mercy. കരുണയുള്ളവൻ. He knows your physical need. നിന്റെ ശാരീരിക ആവശ്യം അറിയുന്നവൻ. He knows your spiritual need. ആത്മീക ആവശ്യങ്ങൾ അറിയുന്നവൻ. He's full of compassion. മനസ്സലിവുള്ളവൻ. He will forgive you. അവൻ നിന്നോട് ക്ഷമിക്കും. He's calling you, if you have gone back, to come back to him. അതെ, നീ അവന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ അവൻ നിന്നെ വിളിക്കുന്നു. He's stretching out his hand towards you. അവൻ തന്റെ കരം നിന്റെ നേരെ നീട്ടുന്നു. Oh, come back to him tonight. രാത്രി അവനിലേക്ക് മടങ്ങി വരൂ. Oh, believe it. അവനെ വിശ്വസിക്കും. Surrender to അവനെ him. ഏൽപ്പിക്കും. Oh, he's here to heal your body. നിന്റെ ശരീരം സൗഖ്യമാക്കുവാൻ അവൻ He's ഇവിടെ the ഉണ്ട്. Father of mercy. അവൻ മനസ്സലിവുള്ള പിതാവ്. Say, Father, have mercy on me. എന്റെ പിതാവിനോട് മനസ്സലിയണമേ. Deliver me from my trouble. എന്റെ രോഗങ്ങളിൽ നിന്ന് എന്നെ സൗഖ്യമാക്കണമേ. Heal me from my sicknesses. എന്റെ കഷ്ടങ്ങളിൽ നിന്ന് എന്നെ സൗഖ്യമാക്കണമേ. Oh, tonight your Father of mercies is drawing near to you. രാത്രി ഇതാ നിന്റെ മനസ്സിലുള്ള പിതാവ് നിന്നെ സൗഖ്യമാക്കുവാൻ Oh, ഇവിടെയുണ്ട്. he won't forsake you. അവൻ നിന്നെ ഒരുനാൾ കൈവിടില്ല. He's hearing your cry. അവൻ നിന്റെ കരച്ചിൽ കേൾക്കുന്നു. Oh, he's hearing your cry and he's touching you right നിന്റെ now. കരച്ചിൽ കേട്ട് നിന്നെ തൊടുന്നു. He knows your need. നിന്റെ ആവശ്യം അറിയുന്നു. He's fulfilling all that you request of നീ him. അവനോട് ചോദിച്ചതെല്ലാം നിറവേറ്റുന്നു. Oh, believe in അവനിൽ him. വിശ്വസിക്കും. The Father of mercy. കരുണയുള്ള പിതാവ്. Full of compassion. മനസ്സലിവുള്ളവൻ. Oh, he's touching you right അവനിപ്പോൾ now. നിന്നെ തൊടുന്നു. His power is touching you right അവന്റെ ശക്തി നിന്നെ now. ഇപ്പോൾ തൊടുന്നു. Oh, open your heart to him. അവനായി തുറക്കാം. Decide to seek him അവനെ first. മുൻപേ അന്വേഷിക്കാൻ To തീരുമാനിക്കാം. seek him in his kingdom അവന് first. രാജനീതി തേടാം. Don't go away anymore. He is coming very soon. Don't go away anymore. അതെ, അവൻ വേഗത്തിൽ വരുന്നു. ആകയാൽ നീ അവനെ വിട്ടു പോകേണ്ട. Hallelujah.
hallelujah, hallelujah. Oh, Jesus, Jesus, Jesus. Have mercy, oh Father. Have mercy, oh Father. Oh, we pray. Oh, Father, hear our cry. Hear the cry of your people. Oh, deliver, deliver, deliver. In the name of Jesus. In the name of Jesus. Hallelujah. 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 Oh, have mercy, 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 mercy. Oh, Father, Father, Father. Hallelujah. Have mercy, mercy, mercy. Oh, bless your people. Bless your people. Bless your people. In the name of Jesus. In the name of Jesus. In the name of Jesus. Hallelujah. 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 Oh, hallelujah. 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 Oh, full of compassion, mercy. Oh, touch, oh God, touch, deliver, deliver. Shut up, Allah. Oh, we pray, we pray, we pray. Hallelujah. എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും എന്നിടം ദയമാറുകില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും എന്നിടം ദയമാറുകില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും എന്നിടം ദയമാറുകില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും എന്നിടം ദയമാറുകില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും എന്നിടം ദയമാറുകില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും ദയമാറുകില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നെ കൈവിടുകില്ലവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല ഇനി കാണുന്ന വാനവ് മാറ്റപ്പെടും എന്നിടം ദയമാറുകില്ല 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 As the Father of mercies, He is a God who forgives us. മനസ്സലിയുള്ള പിതാവായി ആ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. Yes, He is a God who will forgive us and heal us. അവൻ നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. When the children of Israel were oppressed, they cried to God. He heard their cry and delivered them from their oppressors. ഇസ്രായേൽ മക്കൾ ഞെരുക്കത്തിൽ
ദൈവത്തോട് നിലവിളിച്ചു. അവൻ കേട്ട് അവരുടെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. He delivered them from those who were oppressing them. അവരെ ഞെരുക്കിയവരിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. Your Father of mercies is seeing you. He sees your heart tonight. ഇതാ മനസ്സലിയുള്ള പിതാവ് നിന്റെ ഹൃദയത്തെ കാണുന്നു. He can see the cry from your heart. നിന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ അവന് കാണുവാൻ He can കഴിയും. see the repentance in your heart. നിന്റെ അനുതാപത്തെ അവന് കാണുവാൻ കഴിയും. He can see the broken and humble heart. നിന്റെ തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ അവന് കാണുവാൻ Oh, കഴിയും. He is touching you right ഇപ്പോൾ now. തന്നെ നിന്നെ തൊടുന്നു. He has heard your cry. അവനിതാ നിന്നെ കരച്ചിൽ Oh, He's coming to അവനിന്റെ you. അടുക്കലേക്ക് വരുന്നു. He is standing by അവനിന്റെ you. അടുക്കൽ He നിൽക്കുന്നു. is standing by you. അവനിന്റെ അടുക്കൽ നിൽക്കുന്നു. Hallelujah, 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 hallelujah. Deliver, deliver, deliver. Heal in the name of Jesus. Heal in the name of Jesus. Hallelujah, hallelujah, hallelujah. Hallelujah. Oh Lord. Oh God. Hallelujah. God of mercies. Father of mercies. Hallelujah. He can see the debts you are in. നീ ഇപ്പോൾ ആയിരിക്കുന്ന കടബാധ്യതകൾ അവൻ കാണുന്നു. He can see it is nothing too great for him. അത് അവന് വലിയൊരു കാര്യമല്ല എന്ന് He is മനസ്സിലാക്കും. rich in all his blessings. അവൻ തന്റെ അനുഗ്രഹങ്ങളിലെല്ലാം മഹാസമ്പന്നൻ. He can take away your spiritual poverty. നിന്റെ ആത്മീക ദാരിദ്ര്യം മാറ്റുവാൻ അവന് കഴിയും. When you repent and come back to നീ him. അനുദപിച്ച് അവന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ Seek first his kingdom. മുൻപേ അവന്റെ രാജ്യം അന്വേഷിക്കുക. Seek first his righteousness. മുൻപേ അവന്റെ നീതിയെ തേടുക. He will give you everything you need. നിനക്ക് വേണ്ടതെല്ലാം അവൻ നൽകും. He is solving all your financial problems. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവൻ പരിഹരിക്കും. All your troubles. കലക്കങ്ങളെല്ലാം Oh, tonight cry to the രാത്രി Lord. കർത്താവിനോട് Right നിലവിളിക്കാം. now he is delivering ഇപ്പോൾ തന്നെ you. അവൻ നിന്നെ വിടുവിക്കുന്നു. This is the moment of your deliverance. ഇതാ നിന്റെ വിടുതലിന്റെ സമയം. This is the moment of your salvation. ഇതാ നിന്റെ രക്ഷയുടെ സമയം. Call upon the name of Jesus. യേശുവിന്റെ നാമം He വിളിച്ചപേക്ഷിക്കുക. will forgive your നിന്റെ sins. പാപങ്ങളെ ക്ഷമിക്കും. He will give you the gift of eternal അവൻ life. നിനക്ക് നിത്യജീവൻ എന്ന ദാനം He നൽകും. will give you himself. അവൻ നിനക്ക് തന്നെ തന്നെ He നൽകും. is the Father of life. അവൻ വെളിച്ചങ്ങളുടെ He പിതാവ്. will give you himself. അവൻ നിനക്ക് തന്നെ തന്നെ There is നൽകും. no limit to what you can get. He will give you the earthly and heavenly blessings. അവൻ നിനക്ക് ഭൗമിക സ്വർഗീയമായ നൽകും. Hallelujah, hallelujah. Call upon his name. തന്റെ നാമം വിളിക്കാം. Amen, amen, amen. Oh Father, we pray. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Glory to your name. Glory to your name. Oh, thank you. Oh, Father of lights. Hallelujah. Oh, blessing, blessing with every earthly and heavenly blessing in the name of Jesus. Giving this gift in the name of Jesus. You are that gift in the name of Jesus. Bless your people. Bless your people. Bless your people. In Jesus' name. Jesus' name. Hallelujah. 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 Oh, amen. 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 Hallelujah. 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 Oh, yes, even tonight, He's the Father of glory.
ഇന്ന് രാത്രിയിലും അവൻ മഹത്വമുള്ള പിതാവ്. He is preparing you to meet Him. തന്നെ എതിരേൽക്കുവാൻ അവൻ നിന്നെ ഒരുക്കുന്നു. Yes, the Father of spirits, He is the one who corrects us. ആത്മാക്കളുടെ പിതാവായ യേശു നമ്മെ തിരുത്തുന്നു. To make us partakers of His holiness. തന്റെ വിശുദ്ധിയിൽ നമ്മെ പങ്കാളികളാക്കുക. Because He is coming very soon. അവൻ വേഗത്തിൽ വരുമെന്ന് അവൻ As അറിയുന്നു. the Father of glory. മഹത്വമുള്ള പിതാവായ He is giving us the glorious gospel. അവൻ ആ തേജസ്സിന്റെ സുവിശേഷം To തരുന്നു. make us like Jesus. നമ്മെ യേശുവിനെ പോലെയാക്കുവാൻ He has given the fathers, His servants to the church. അവൻ സഭയ്ക്ക് ശുശ്രൂഷകരായ പിതാക്കന്മാരെ Oh, to തന്നിരിക്കുന്നു. make the church ready. സഭയെ ഒരുക്കുവാൻ Surrender നിന്നെ yourself. തന്നെ സമർപ്പിക്കുക. Only a little moment is left. അല്പസമയമേ Only a ശേഷിപ്പുള്ളൂ. little moment is left. അല്പസമയമേ ബാക്കിയുള്ളൂ. Jesus is coming യേശു soon. വേഗം വരുന്നു. Jesus is coming യേശു soon. വേഗം വരുന്നു. Surrender yourself നിന്നെ tonight. തന്നെ സമർപ്പിക്കുക. Hallelujah. 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 Oh, Jesus. Jesus. Oh, Jesus. Jesus. Oh, prepare us. Prepare us. Prepare your church. Prepare your church. In the name of Jesus. In the name of Jesus. Hallelujah. Oh, prepare your church. Prepare us, O God. Prepare us, O God. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Yes, even tonight, the Lord has visited us once again. ഇന്ന് സന്ധ്യാവേളയിലും ഒരിക്കൽ കൂടെ കർത്താവ് നമ്മെ സന്ദർശിച്ചു. Oh, He has come in His great love and care. Above all the love that's showing us, the love above all our fathers after the flesh. ജഡപ്രകാരമുള്ള സകല പിതാക്കന്മാരുടെ സ്നേഹത്തെ മറികടക്കുന്നതായ തന്റെ ആ മഹത്തായ സ്നേഹത്തോടും കരുതലോടും കൂടി അവൻ നമ്മുടെ മധ്യേ വന്നു. He is truly the Father of glory to make us, working in us, giving us that gospel of glory to make us like Jesus. കർത്താവായ യേശുവിനെ പോലെയാക്കുവാൻ ആ തേജസ്സിന്റെ സുവിശേഷം നമുക്ക് നൽകി അവൻ നമ്മിൽ വ്യാപരിക്കുന്ന യഥാർത്ഥ മഹത്വമുള്ള പിതാവായിരിക്കുന്നു. The Father of mercies, doing His work in our lives. Oh yes, our Heavenly Father is the Father of mercies, showing compassion and mercy, healing us, delivering us, and for all that He has done tonight, shall we praise Him. ആ സ്വർഗസ്ഥനായ പിതാവ് മനസ്സലിവുള്ള പിതാവായി അവൻ നമ്മോട് കരുണ കാണിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കിയിരിക്കുകയാൽ സ്തോത്രം ചെയ്യാം. Amen. Hallelujah. We praise You. Praise You. Praise You. Praise You. Oh, He's the Father of lights, giving us every good and perfect gift. വെളിച്ചങ്ങളുടെ പിതാവായി നല്ല ദാനവും തികഞ്ഞ വരവും നൽകുന്നു. Jesus Himself is giving us Himself as a gift unto us. യേശു തന്നെ തന്നെ ഒരു നല്ല ദാനമായി നമുക്ക് നൽകുന്നു. God spared not His Son, but He delivered His Son for us all. How shall He not with Him freely give us all things? ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ അതോടുകൂടെ മറ്റെല്ലാം തികച്ചും സൗജന്യമായി നൽകാതിരിക്കുമോ? Oh yes, He is the Father of spirits correcting us. അവൻ ആത്മാക്കളുടെ പിതാവായി നമ്മെ തിരുത്തുന്നു. To make us partakers of His holiness. തന്റെ വിശുദ്ധിയിൽ നമ്മെ പങ്കാളികളാക്കുവാൻ He is doing it for our spiritual profit, not only now, for eternity. നമ്മുടെ ആത്മീയ നേട്ടത്തിനായി നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുവാൻ അവനത് ചെയ്യുന്നു. Oh, He is doing this glorious work in our lives. അവൻ നമ്മിൽ ആ തേജസ്സേറിയ പ്രവൃത്തി ചെയ്യുന്നു. Oh, and He is doing this work, oh, giving us His servants, oh, as fathers to the church. അവൻ സഭയ്ക്ക് പിതാക്കന്മാരായി തന്നെ ശുശ്രൂഷകരെ നൽകി തന്നെ പ്രവൃത്തിയെ ചെയ്യുന്നു. Those who made themselves eunuchs for the kingdom of heaven's sake. അവർ ദൈവരാജ്യ നിമിത്തമായി തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കിയവർ. Oh, those who are called to serve Him tonight, make a decision to answer the call of God. കർത്താവിനെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരെ ആ ദൈവ വിളിക്കൊരു മറുപടി നൽകുവാൻ തീരുമാനിക്കുക. He is making such ones fathers to the church. അവൻ അങ്ങനെയുള്ളവരെ സഭയ്ക്ക് പിതാക്കന്മാരാകുന്നു. To prepare the church to meet Jesus when He comes. കർത്താവായ യേശു വരുമ്പോൾ അവനെതിരേൽക്കുവാൻ സഭയെ For ഒരുക്കേണ്ടത് all that He has spoken to us and for the glorious work our Father is doing, so that when He comes, Jesus comes in all His glory, we will be found ready to meet Him. Shall we praise Him? രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിച്ച വചനങ്ങൾക്കായും
അവൻ നമ്മിൽ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായി യേശു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനെതിരെ നിൽക്കുവാൻ നമ്മെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. Praise you, we praise you, God, we praise you. Let us pray. God, we praise you. Let us pray. God, we praise you. Let us pray. God, we praise